2018 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അന്ന് മുതൽ ഈ ജോലി ഇങ്ങനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. 233 റാങ്കാണ് എനിക്ക് ലഭിച്ചത്. ഒരുപാട് ദുരിതങ്ങളും കഷ്ടപ്പാടും എല്ലാം സഹിച്ചിട്ടാണ് ഞാൻ പരീക്ഷ എഴുതി ഇത്രയും ഒരു റാങ്കിൽ എത്തിയത്. അപ്പം ഇതുകൊണ്ട് തന്നെ എനിക്കിത് ജോലി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാൻ ഇതുവരെ ഇരുന്നത്. അപ്പം കഴിഞ്ഞ 6-ാം തീയതിയാണ് എനിക്ക് മനസ്സിലായത് അഡ്വൈസ് എനിക്ക് വന്നിട്ടില്ല എന്ന് മനസ്സിലാകുന്നത്. ഇതാണ് ഇതുപോലെ ഞാൻ അന്വേഷിക്കുന്നതും എനിക്ക് എൻ്റെ പേരിൽ മറ്റാരോ അതുപോലെ ഒരു സമ്മതപത്രം നൽകിയതുകൊണ്ടാണ് എനിക്ക് ജോലി നഷ്ടമായതെന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ മാത്രമാണ്. എനിക്കിരുന്നാൽ ഡിവിഷനുമായി ബന്ധപ്പെട്ട് യാതൊരു അറിവും ഞാനായിട്ടൊരു സമ്മതപത്രം അങ്ങനെ നൽകിയിട്ടില്ല. ഇതാണ് എസ് ശ്രീജ, 41 വയസ്സുകാരിയാണ്. PSC പരീക്ഷ എഴുതി, ഒരുപാട് പരീക്ഷ എഴുതി, പല പരീക്ഷകളുടെയും റാങ്ക് ലിസ്റ്റിൽ വന്നു. പക്ഷേ പല കാരണങ്ങളാൽ ആ തൊഴിൽ കിട്ടുന്നില്ല. സിവിൽ സപ്ലൈസിൻ്റെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷ കോട്ടയം ജില്ലയിൽ എഴുതുന്നു. 233-ാമത്തെ റാങ്ക് കിട്ടുന്നു. ആ ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നു. ഈ ശ്രീജ ബിരുദധാരിയാണ്. അച്ഛൻ കൂലിപ്പണിക്കാരനാണ്. കഷ്ടപ്പെട്ടാണ് കുടുംബത്തിൽ നിന്ന് കോളേജ് വിദ്യാഭ്യാസം നേടിയത്. തുടർന്ന് തൊഴിലുറപ്പ് ജോലിക്കൊക്കെ പോയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനിടയിലായിരുന്നു ടെസ്റ്റുകൾ എഴുതാനുള്ള പഠനം. പണമില്ലാത്തതുകൊണ്ട് വലിയ കോച്ചിങ് സെൻ്ററുകളിലൊന്നും പോയി ശ്രീജ പഠിച്ചില്ല. പക്ഷേ പല ലിസ്റ്റിലും വന്നു. ഉദാഹരണത്തിന് എക്സൈസ് സിവിൽ ഓഫീസറുടെ ലിസ്റ്റിൽ കായികക്ഷമതയിൽ യോഗ്യത നേടാൻ കഴിയാതിരുന്നത് കൊണ്ട് മാത്രമാണ് ജോലി കിട്ടാതിരുന്നത്. പിന്നെ പല ലിസ്റ്റിൽ ഇപ്പോൾ ജോലി നേടാനുള്ള പ്രായപരിധി അവസാനിക്കുന്ന സമയമെത്തിയപ്പോൾ ഈ സിവിൽ സപ്ലൈസ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ലിസ്റ്റിൽ 233-ാമത്തെ റാങ്കിൽ ഇടം കിട്ടുന്നു. ആ ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ഓണക്കാലത്ത് കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നുണ്ടെന്നറിഞ്ഞ് PSC ഓഫീസിൽ കയറിയിറങ്ങുന്നു. പക്ഷേ ശ്രീജയ്ക്ക് മാത്രം ജോലി കിട്ടുന്നില്ല. ശ്രീജയുടെ റാങ്ക് ലിസ്റ്റിൽ ശ്രീജയ്ക്ക് താഴെ ഉണ്ടായിരുന്ന ആളുകൾക്കും ജോലി കിട്ടുന്നു. അന്വേഷിച്ച് ചെല്ലുമ്പോൾ ശ്രീജയുടെ ജോലി മറ്റൊരാൾക്ക് നൽകിയിരിക്കുന്നു. കാരണം ശ്രീജ തനിക്ക് ഒരു സർക്കാർ ജോലി ഉണ്ടെന്ന് PSCക്ക് എഴുതി കൊടുത്തതുകൊണ്ട് ആ ജോലി മറ്റൊരാൾക്ക് നൽകിയിരിക്കുന്നു. ശ്രീജ PSC ഓഫീസിൽ ചെന്ന് അന്വേഷിച്ച കാര്യങ്ങൾ ഒന്ന് പറയാമോ? ആറാം തീയതിയാണ് ഇതുപോലെ അഡ്വൈസ് ചാർട്ട് PSCയുടെ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അന്ന് തന്നെ റാങ്ക് നമ്പർ 233 റിലിംഗ്വിഷ്ഡ് എന്ന് കാണിച്ചിട്ട് നമ്മുടെ കോട്ടയം ജില്ലാ PSC ഓഫീസിൽ തിരക്കുണ്ടായി. അവിടെ ചെന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് എൻ്റെ തന്നെ എല്ലാ ID പ്രൂഫ് ആണ് അവിടെ സമ്മതപത്രം എല്ലാം ഞാൻ നൽകിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ നൽകിയത് കൊണ്ടാണ് എന്നെ ഒഴിവാക്കിയതെന്നാണ് അവിടെ നിന്ന് ആദ്യം പറഞ്ഞത്. വീണ്ടും ഇതുപോലെ ഞാൻ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ തിരക്കിയപ്പോഴാണ് മനസ്സിലായത് വേറൊരാൾ ഇങ്ങനെ കൊല്ലം ജില്ലയിലുള്ള ഒരു ശ്രീജയിൽ നിന്ന് ഇതുപോലെ സമ്മതപത്രം വാങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. അത് ഞാൻ PSC ഓഫീസിൽ പിന്നെ 7-ാം തീയതി പോയപ്പോൾ അറിയിച്ചിരുന്നു. അവിടെ നിന്ന് അന്വേഷിക്കാം ഇതിന് അവിടെ PSCയുടെ തന്നെ വേറെ വിഭാഗമുണ്ട് അന്വേഷിക്കാൻ എന്ന് പറഞ്ഞു. എന്നാലും നമുക്ക് അനുകൂലമായിട്ട് നമുക്ക് നിയമനം കിട്ടും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അറിയിപ്പ് കിട്ടിയില്ല. അതുകൊണ്ടാണ് 11-ാം തീയതി SP ഓഫീസിൽ പരാതി നൽകിയത്. ശ്രീജ, മറ്റൊരു ശ്രീജ ജോലി വേണ്ടെന്ന് പറഞ്ഞ് PSCക്ക് സത്യവാങ്മൂലം നൽകിയതുകൊണ്ട് ആ ജോലി മറ്റൊരാൾക്ക് നൽകിയിരിക്കുന്നു എന്ന വിചിത്ര ന്യായമാണ് പറയുന്നത്. പരീക്ഷ എഴുതിയത് ഈ എസ് ശ്രീജ, നമുക്ക് മുന്നിലിരിക്കുന്ന എസ് ശ്രീജ. അങ്ങനെ ഒരാൾക്ക് കൊടുക്കേണ്ട ജോലി മറ്റൊരാൾക്ക് കിട്ടുന്നത് ഇത്ര അനായാസമാണോ എന്നാണ് നമുക്ക് സംശയം തോന്നുന്നത്. ഈ വിവരം ഞാനല്ല ജോലി വേണ്ടെന്ന് പറഞ്ഞത്, മറ്റാരോ എൻ്റെ പേരിൽ കള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണെന്ന് കോട്ടയം PSC ഓഫീസിൽ ചെന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു അവരുടെ ഉത്തരം ശ്രീജ? ഇതാരാണെങ്കിലും ചെയ്തത് വളരെ ക്രിമിനൽ കുറ്റമാണെന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് അതിനുള്ള നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. അന്നേരം എനിക്ക് അനുകൂലമായിട്ട് എനിക്ക് നിയമനം ലഭിക്കുമെന്ന ഒരു ഉറപ്പ് അവിടെ നിന്ന് കിട്ടിയിരുന്നില്ല.
അതുകൊണ്ട് പിന്നെയും കോട്ടയം PSC ഓഫീസിൽ പോകുന്നു. കാരണം ഇവർ അനങ്ങുന്നില്ല, അതുകൊണ്ട് പിന്നെയും പോകുന്നു അല്ലേ? അതെ അതെ. അടുത്ത ദിവസം പോയപ്പോൾ എന്തായിരുന്നു ഉത്തരം? വീണ്ടും 10-ാം തീയതി ഞാൻ വീണ്ടും തിരക്കാൻ വേണ്ടി പോയി. എന്തായി നടപടികളെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതേപോലെ ഈ അഡ്വൈസ് സ്റ്റേ ആക്കി അതിനുള്ള ഇത് സപ്ലൈകോയിലോട്ട് ആ ലെറ്റർ പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ വീണ്ടും ഇതുപോലെ തന്നെ PSCയെ സമീപിച്ചു. അപ്പോൾ അവിടെ നിന്ന് എന്നെ കാണാനായിട്ട് ജില്ലാ ഓഫീസർ സമ്മതിച്ചില്ല. പിന്നെ എന്നോട് പ്രത്യേകമായിട്ടൊന്നും സംസാരിക്കാനില്ലെന്നായിരുന്നു അവിടെ നിന്ന് മാഡം പറഞ്ഞത്. ഞാൻ എന്തെങ്കിലും മാഡത്തിൻ്റെ കയ്യിൽ നിന്ന് ആ മറുപടി കിട്ടാൻ വേണ്ടി ഞാനവിടെ വെളിയിൽ കാത്തു നിന്നു. കുറേ സമയം കാത്തു നിന്നതിന് ശേഷമാണ് മാഡം എന്നെ വിളിച്ച് പിന്നെ എന്തെങ്കിലും നടപടി അന്വേഷിക്കുന്നുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്. എന്നിട്ടും അല്ലാതെ നിയമനം എനിക്ക് നൽകുമെന്നോ ഇതിനുള്ളൊരു അനുകൂലമായ മറുപടിയൊന്നും തന്നില്ല അവിടുന്ന്. എവിടെയോ പറഞ്ഞു കേട്ടത് ശ്രീജ ഇങ്ങനെ നിരന്തരം ഇവരുടെ ഓഫീസിൽ എൻ്റെ പേരിൽ ആരോ വ്യാജ കത്ത് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ഈ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നു, കൂടുതൽ ഇങ്ങനെ ശല്യപ്പെടുത്തിയാൽ കേസെടുക്കും എന്ന് വരെ പറഞ്ഞെന്ന് കേട്ടു. അത് ശരിയാണോ? അത് അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ വെളിയിൽ ഇതുപോലെ ഞാൻ നോക്കി നിൽക്കുമായിരുന്നു, മാഡത്തിനെ കണ്ടിട്ടേ പോകൂ എന്ന് പറഞ്ഞിട്ട്. അതായത് മാഡത്തിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ഉറപ്പ് കിട്ടിയാൽ നമുക്കൊരു സമാധാനമാകുമല്ലോ. ഇത് നമുക്ക് നിയമനം കിട്ടുമെന്നൊന്ന് പറഞ്ഞാൽ അതോർത്തിട്ടാണ് ഞാൻ അവിടെ വീണ്ടും നിന്നത്. അപ്പോൾ അങ്ങനെ അവസാനം മാഡം കാണാൻ സമ്മതിച്ചു. അകത്ത് കയറിയപ്പോൾ പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോടൊന്നും പറയാനില്ല, ഫ്രണ്ട് ഓഫീസിൽ നിന്ന് അറിഞ്ഞ വിവരങ്ങൾ മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അതായത് അവിടെ പറഞ്ഞത് നിങ്ങളുടെ പേരിലൂടെ ജാരാകരണം ചെയ്തത് അതിനെക്കുറിച്ച് അന്വേഷിക്കുവാണ്, അവിടുന്ന് അന്വേഷിക്കും, അതിനായിട്ടൊക്കെ ഇതാകുന്നുണ്ട് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലാതെ നമുക്ക് എനിക്ക് എന്നെ നിയമനം എനിക്ക് തരുമെന്ന് പറഞ്ഞില്ല അവിടുന്ന്. അത് ഒരുപാട് കാലതാമസം എന്നോട് പറഞ്ഞത്. ഒരു പാവപ്പെട്ട സ്ത്രീ BSc ബോട്ടണി ബിരുദധാരിയാണ്, കഷ്ടപ്പെട്ട് പഠിച്ചു, ഭർത്താവിന് കൂലിപ്പണിയാണ്, 2 കുഞ്ഞുങ്ങളുണ്ട്. അവരെ വളർത്താനുള്ള അവസാന ആശ്രയമായി കേരള PSCയിൽ നിന്ന് സിവിൽ സപ്ലൈസ് വകുപ്പിൽ ജോലി കിട്ടുമെന്ന് കരുതി കാത്തിരിക്കുന്നു. അവരുടെ ജോലി മറ്റാളുകൾ തട്ടിയെടുക്കുന്നു. വളരെ നിഷ്കളങ്കമായി നമുക്കതിനെ കാണാൻ കഴിയില്ല. PSC ഉദ്യോഗസ്ഥരുടെ പിന്തുണയില്ലാതെ മറ്റൊരു സർക്കാർ ജോലിയുള്ള ഒരു ഉദ്യോഗസ്ഥ ഈ ജോലി, ശ്രീജ എന്നുള്ള പേരുണ്ടെന്നുള്ള ആനുകൂല്യത്തിൽ, ഈ ജോലി എനിക്ക് വേണ്ട, എനിക്ക് സർക്കാർ ജോലി ഉണ്ട് എന്ന് പറഞ്ഞ് PSCക്ക് അപേക്ഷ കൊടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ശ്രീജയുടെ ജോലി മറ്റൊരാൾക്ക് കൊടുക്കുന്നു. ഈ അഫിഡവിറ്റ് കൊടുത്ത സർക്കാർ ഉദ്യോഗസ്ഥ നിഷ്കളങ്കയാകാൻ വഴിയില്ല, അത് ഒപ്പിട്ട് കൊടുത്ത മറ്റുദ്യോഗസ്ഥർ നിഷ്കളങ്കരാകാൻ വഴിയില്ല, അത് അറ്റസ്റ്റ് ചെയ്ത നോട്ടറി അടക്കം ഇതിൽ പങ്കാളിയാവാനുള്ള എല്ലാ സാധ്യതയുമാണ് നമുക്ക് മുന്നിലുള്ളത്. എന്നിട്ട് ഇങ്ങനെ ഒരു ഗുരുതരമായ വിഷയം, ഒരു തൊഴിൽ തട്ടിപ്പ് കോട്ടയത്തെ PSC ഓഫീസിൽ ചെന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്നവരാരാണ്? ഇവരൊക്കെ എന്താ തമ്പ്രാക്കന്മാരോ മഹാരാജാക്കന്മാരോ മഹാറാണിമാരോ? ഇത്ര ഗുരുതരമായൊരു കുറ്റകൃത്യം കണ്ടുപിടിക്കുമ്പോൾ തന്നെ അവരെ വിളിച്ച് അതിനുള്ള നടപടികൾ സ്വീകരിച്ച് അവരെ അത് ബോധ്യപ്പെടുത്തി ഉടൻ തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യേണ്ട ഉദ്യോഗസ്ഥയാണ്, അതിനുള്ള വിവരം കൈമാറേണ്ട ഉദ്യോഗസ്ഥയാണ്. എന്നിട്ട് അവരെ കാണാൻ കാത്തു നിൽക്കണം, കണ്ടാലൊന്നും പറയാനില്ല, പിന്നെ PSC ഓഫീസിലൊന്നും ചെയ്യാനില്ല. ഈ പാവപ്പെട്ട സ്ത്രീ ഒടുവിൽ വീണ്ടും പോലീസിൽ പരാതി കൊടുക്കുന്നു. ഒരു പത്രത്തിൻ്റെ ലേഖകനെ കണ്ടു പറയുന്നു. ആ പത്രം വാർത്ത കൊടുത്തപ്പോൾ PSC ഓഫീസ് അനങ്ങുന്നു. കാരണം സ്റ്റേറ്റ് എഡിഷനിൽ വാർത്ത വന്നപ്പോൾ PSCയിലെ തമ്പ്രാക്കന്മാർക്ക് ചലനമുണ്ടായി. അപ്പോൾ അവിടെ അനങ്ങുന്നു. ഇതാണ് PSCയിൽ നടക്കുന്നത്. ഇതാണ് തൊഴിൽ തട്ടിപ്പായി കേരളത്തിൽ അരങ്ങേറുന്നത്. ഇപ്പോൾ എല്ലാവർക്കും പറയാം ഒറ്റപ്പെട്ട സംഭവമാണെന്ന്. ഇതിൻ്റെ മോഡസ് ഓപ്പറാൻഡി കണ്ടാൽ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് ഒരുപാട് നടന്നിട്ടുണ്ട്. അതിന് കൂട്ടുനിന്നവർ തന്നെയാണ് ഇതിൻ്റെയും ഉത്തരവാദികൾ. എന്ന് മാത്രമല്ല, ഇന്നലെ PSC യോഗം നടക്കുമ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യാനാണ്. PSC ഉത്തരം പറയേണ്ടതാണ്. കാരണം എങ്ങനെയാണ് PSCയുടെ ജോലിക്ക് അപേക്ഷിക്കുന്ന എല്ലാവർക്കും അവരുടെ എല്ലാ വിവരങ്ങളും അടങ്ങിയ, ഫോട്ടോ അടങ്ങിയ, അവരുടെ ഒപ്പടങ്ങിയ പ്രൊഫൈലുണ്ട്.
അങ്ങനെയുള്ള എല്ലാ രേഖകളും PSCക്ക് മുന്നിലുള്ളപ്പോൾ മറ്റൊരാളുടെ പേരിൽ ഒരു വ്യാജരേഖ ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ അതെങ്ങനെയാണ് PSCക്ക് അംഗീകരിക്കാൻ കഴിയുക? ഇത് അന്വേഷിച്ച് ചെല്ലുന്ന ആളോട് ഈ രീതിയിൽ പെരുമാറാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഇന്നലെ PSC യോഗം നടക്കുമ്പോൾ ഈ ജോലി വേണ്ടെന്ന് പറഞ്ഞ മറ്റൊരു ശ്രീജ ഉണ്ടല്ലോ, സർക്കാർ ജോസ്, അവർ ഈ പരീക്ഷ എഴുതിയിട്ടില്ല, ഈ സിവിൽ സപ്ലൈസിൻ്റെ ഈ പരീക്ഷ എഴുതിയിട്ടില്ല, എന്നിട്ടാണ് എൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഇത്രാമത്തെ പേരാണ്, ഞാൻ ആ ജോലി വേണ്ടെന്ന് വെക്കുന്നു എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തത്. ആ ആളിൻ്റെ ഒരു മാപ്പപേക്ഷ വരുന്നു. PSC യോഗത്തിലേക്ക് ഒരു ഉദ്യോഗസ്ഥൻ വന്ന് ഇവരുടെ മാപ്പപേക്ഷ വന്നിട്ടുണ്ടെന്ന് PSC അംഗങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. അപ്പോൾ അത് ഒരു യാദർച്ഛിക സംഭവമല്ല, വലിയ ഗൂഢാലോചനയുണ്ട്. ഇവിടെ ഇരിക്കുന്ന ശ്രീജയ്ക്ക് ജോലി കിട്ടണം, അതിനൊരു സംശയവുമില്ല. ജോലി കൊടുത്തിരിക്കണം, അതിനൊരു നിമിഷം പോലും PSCയും സർക്കാരും വൈകാൻ പാടില്ല. പക്ഷേ ഉത്തരവാദികളായവരെല്ലാം നിയമത്തിന് മുന്നിൽ വരണം. കള്ള സാക്ഷ്യപത്രം ഉണ്ടാക്കിയവർ, സർക്കാർ ജോലിയിലിരിക്കെ ഈ കള്ള സാക്ഷ്യപത്രത്തിൽ ഒപ്പിട്ട് കൊടുത്തവർ, ഇതിനെതിരായ പരാതി പറയാൻ വന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചവർ, കോട്ടയത്തെ PSC ജില്ലാ PSC ഓഫീസർ അടക്കമുള്ള ആളുകൾ ഇതിന് സമാധാനം പറഞ്ഞേ തീരൂ. അതുകൊണ്ടാണ് ശ്രീജയുടെ ഈ വിഷയം അതീവ ഗൗരവത്തോടെ ന്യൂസ് അവർ കൈകാര്യം ചെയ്യുന്നത്. ശ്രീ ഷിജിത് പണിക്കർ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? ലബിനു, ഈ ഒരു വിഷയത്തിൽ നോക്കൂ, രണ്ട് ഭാഗത്തും കുറ്റക്കാരുണ്ട്. അതായത് വ്യാജരേഖ ചമച്ച ആൾക്കാരും കുറ്റക്കാരാണ്, അതേപോലെ തന്നെ PSCയും കുറ്റക്കാരാണ്. ഇതിൽ ഞാൻ കരുതുന്നത് PSC ആണ് കൂടുതൽ വലിയ കുറ്റം ചെയ്തത് എന്നുള്ളതാണ്. കാരണം PSC എന്ന് പറയുന്നത് ഒരു വെരിഫൈ ചെയ്യാനുള്ള എല്ലാവിധ സംവിധാനങ്ങളുമുള്ള ഒരു അതോറിറ്റി എന്ന് നമ്മൾ കരുതുന്ന ഒരു സ്ഥാപനമാണ്. ഈ വിഷയത്തിൽ നോക്കൂ, ഒരു വ്യാജരേഖ ആർക്ക് വേണമെങ്കിലും ചമയ്ക്കാൻ സാധിക്കും. അത് എനിക്കോ ബിനുവിനോ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ ആ വ്യാജരേഖ ഒരു ആധികാരിക രേഖയായിട്ട് ഒരു ഭരണഘടനാ പദവിയുള്ള ഒരു സ്ഥാപനത്തിനെ കൊണ്ട് അംഗീകരിപ്പിച്ച് എടുക്കുക എന്ന് പറയുന്നത് നമുക്കാർക്കും സാധ്യമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ PSCയുടെ ഭാഗത്ത് അതീവ ഗുരുതരമായിട്ടുള്ള 3 പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഇത്തരത്തിലുള്ള ഒരു സത്യവാങ്മൂലം വരുന്നു, ഏതോ ഒരു ശ്രീജയുടെ ഒരു സത്യവാങ്മൂലം വരുന്നു, ഇതുപോലെ അസിസ്റ്റന്റ് സെയിൽസ് പേഴ്സൺ എന്ന് പറയുന്ന പദവിയിലേക്ക് എനിക്ക് ജോലി വേണ്ട, കാരണം മറ്റൊരു ജോലി എനിക്കുണ്ട്. എനിക്ക് തോന്നുന്നു PSCയുടെ ടെക്നിക്കൽ ടേംസിൽ അതിന് ഡിലീഷൻ എന്ന രീതിയിൽ പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ വരുന്നു. ആ ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് ആ ആപ്ലിക്കേഷൻ ജെനുവിൻ ആണോ എന്ന് കണ്ടുപിടിക്കേണ്ട ചുമതല അത് PSCയുടെ മാത്രമാണ്. അപ്പോൾ വ്യാജരേഖ ആര് നിർമ്മിച്ച് ഏതൊക്കെ രീതിയിൽ പടച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാലും ഒരു വെരിഫിക്കേഷൻ മെക്കാനിസം എന്ന് പറയുന്നത് PSCയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കേണ്ടതാണ്. അത് ബാങ്കുകളിലും മറ്റുമുള്ളതാണ്. വലിയ വാല്യൂ ഉള്ള ചെക്കുകളും മറ്റും മാറ്റിയെടുക്കുന്ന സമയത്ത് ഒരാളല്ല ഒന്നിൽ കൂടുതൽ ആൾക്കാർ അത് കാണുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരാളിന്റെ ഭാവിയെ സംബന്ധിക്കുന്ന, ഒരാളിന്റെ തൊഴിലിനെ സംബന്ധിക്കുന്ന കാര്യമായതുകൊണ്ട് PSC അതിൽ ജാഗരൂകമായിരിക്കണം, യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. അതിന് സാമാന്യ യുക്തിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ഉദ്യോഗാർത്ഥിയെ തിരിച്ചറിയാനുള്ള എന്തെല്ലാം സംവിധാനങ്ങൾ PSCക്ക് ഉണ്ടായിരിക്കാം എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഒന്നാമതായി, ഈ ഒരു പരീക്ഷ ആൾ എഴുതിയിരിക്കണം, അതിന് ഒരു ഹോൾ ടിക്കറ്റ് നമ്പർ ഉണ്ടായിരിക്കണം, ആളിൻ്റെതായിട്ടുള്ള തിരിച്ചറിയൽ രേഖകൾ ഉണ്ടായിരിക്കണം, പിന്നെ കൂടാതെ ഫോട്ടോ, വിലാസം അല്ലെങ്കിൽ ഫോൺ നമ്പർ തുടങ്ങിയ പല കാര്യങ്ങളും ഉണ്ടായിരിക്കണം. അപ്പൊ ഇതെല്ലാം ചേർന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഇങ്ങനെ ഒരു അപേക്ഷ സ്വീകരിച്ച് ആളിനെ ഈ പട്ടികയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ ഒരു കൃത്യമായിട്ടുള്ള ഒരു മെക്കാനിസം, ഈ ഒരു വെരിഫിക്കേഷൻ അവിടെ നടന്നിട്ടേ ഇല്ല എന്നുള്ളത് നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഇത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ വിഷയം, ഈ അപേക്ഷ നൽകിയിരിക്കുന്ന ശ്രീജ എന്ന് പറയുന്നയാൾ, അതായത് ഈ രണ്ടാമത്തെ നമ്മളോടൊപ്പം ചർച്ചയിലുള്ളതല്ലാത്ത രണ്ടാമത്തെ ശ്രീജ, അങ്ങനെ ഒരാൾ വിനു പറഞ്ഞതുപോലെ പരീക്ഷ തന്നെ എഴുതിയിട്ടില്ല എന്നുള്ളത് അതീവ പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ശ്രീജ S എന്ന് പേരുള്ള ഒരു വ്യക്തി ഇത്തരത്തിലുള്ള അസിസ്റ്റന്റ് സെയിൽസ് പേഴ്സൺ എന്ന് പറയുന്ന പട്ടികയിൽ റാങ്ക് ലിസ്റ്റിൽ വരുന്നു, നിയമനം പ്രതീക്ഷിച്ചിരിക്കുന്നു. ആ സമയത്ത് ആരോ ഏതോ ഒരു ശ്രീജയുടെ പേരിൽ ഒരു അപേക്ഷ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ശ്രീജ എന്ന പേരിൽ ഒരു അപേക്ഷ വരുന്നു, ഈ റാങ്ക് ലിസ്റ്റിലുള്ള ശ്രീജയൊക്കെ അങ്ങ് വെട്ടിക്കളയാം. സത്യത്തിൽ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. എത്ര അപക്വമായിട്ടും എത്ര നിസ്സാരമായിട്ടുമാണ് അവരൊരു വ്യക്തിയുടെ ജീവിതത്തിനെ, അയാളുടെ ഭാവിയെ സംബന്ധിക്കുന്ന ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പോൾ വെറുതെ ഇങ്ങനെ ഒരാളിന് പേര് വെട്ടിക്കളയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ PSCയിൽ ഉണ്ട് എങ്കിൽ ആ സ്ഥാനത്ത് അയാൾ എങ്ങനെ വന്നു എന്നുള്ളതാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. ഇത് അതീവ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. ഇനി മൂന്നാമത്തെ പ്രശ്നം നോക്കൂ, ഈ ഭാഗങ്ങളിലെല്ലാം എന്തെങ്കിലും രീതിയിൽ ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ടോ നോക്കിയ ആളിന്റെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നം കൊണ്ടോ ഒക്കെ ഇത് സംഭവിച്ചു എന്ന് കരുതുക.
സംഭവിച്ചെങ്കിൽ ഇവിടെ പിന്നീടുള്ള മാർഗം എന്താണ്? സ്വാഭാവികമായിട്ടും ഒരു ഗ്രീവൻസ് റിഡ്രസൽ സംവിധാനം ഉണ്ടായിരിക്കണം. അതിന് ഇവിടെ ഈ ചർച്ചയിൽ നമ്മളോടൊപ്പമുള്ള യഥാർത്ഥ ജോലിയുടെ അവകാശിയായിട്ടുള്ള ശ്രീജ ഒരു പരാതി കൊണ്ടു കൊടുക്കുന്നു, അല്ലെങ്കിൽ അത് പരാതിപ്പെടുന്നു. ആ പരാതിപ്പെടുന്ന സമയത്ത് എന്താണ് വരുന്നത്? വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ ഒരു പരാതി ഉണ്ടാകുമ്പോൾ അത് കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മെക്കാനിസവും PSCക്ക് ഉണ്ടാകേണ്ടതാണ്. PSC എന്ന് പറയുന്നത് കേവലം ഇവിടെ തിരുവനന്തപുരത്ത് പട്ടത്തിരിക്കുന്ന ഒരു സ്ഥാപനം മാത്രമല്ലല്ലോ. എല്ലാ ജില്ലകളിലും കൃത്യമായിട്ടുള്ള സംവിധാനങ്ങളും ഭരണ ചുമതലകളും എല്ലാം നിഷ്കർഷിച്ച് ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റുകളിലെല്ലാം ആൾക്കാരുള്ള ഒരു സംവിധാനമാണ്. കൃത്യമായിട്ടുള്ള ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം ഉണ്ടാകേണ്ട സംവിധാനമാണ്. അത് പലപ്പോഴും കോടതി വ്യവഹാര നടപടികളുടെ ഭാഗമായിട്ട് തന്നെ അതൊക്കെ തന്നെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കാര്യവുമാണ്. അങ്ങനെ ഒരു പരാതി കൂടി ഉണ്ടാകുന്ന സമയത്ത് അത് വളരെ ഗുരുതരമാണ് എന്നുള്ള അതിന്റെ സ്വഭാവം തിരിച്ചറിഞ്ഞുകൊണ്ട് അത് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം പോലും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. ഇവിടെ ശ്രീമതി ശ്രീജ പറഞ്ഞതുപോലെ തന്നെ ജോലി തടസ്സപ്പെടുത്തുന്നു എന്ന രീതിയിൽ പോലീസിനെ വിളിക്കും എന്ന രീതിയിലൊക്കെ അവരെ ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ധാർഷ്ട്യമാണ് ഇവരൊക്കെ തന്നെ പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത് എന്നെ അതിശയിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഒരു ഭീഷണി അവർ മുഴക്കുന്നു. അവസാനം അത് ഏത് സമയത്താണ് അത് ആക്ട് ചെയ്യാൻ പോകുന്നത്? ഒരു പരാതിയുടെ പുറത്തോ അല്ലെങ്കിൽ ഓറലായിട്ട് ഒരു കംപ്ലൈന്റ് പറയുന്ന സമയത്തോ ആളിനെ ഒന്ന് അനുനയിപ്പിച്ചിട്ട് ഞങ്ങൾ ഇത് പരിഗണിക്കാം, നോക്കാം എന്ന് പറഞ്ഞു പോലും ഇതിനെ എസ്കലേറ്റ് ചെയ്ത് വിടുന്നതിന് പകരം ഒരു പത്രവാർത്തയായി അത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നു. പത്രവാർത്ത ആയതിനു ശേഷം എല്ലാവരും സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നു. എത്രയും പെട്ടെന്ന് വിജിലൻസ് അന്വേഷണം ഉണ്ടാകുന്നു, പോലീസിനോട് പറയുന്നു, സംസ്ഥാന പോലീസ് മേധാവിയോട് പറയുന്നു, വളരെ വലിയ രീതിയിലുള്ള കോലാഹലങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പൊ എന്റെ ഒരു ചോദ്യം, ഇവിടെ PSCയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുടെ ഗ്രീവൻസ് റിഡ്രസൽ സംവിധാനം എന്ന് പറയുന്നതിന് PSC ആണോ അതിന്റെ ഉത്തരവാദിത്തം, അതോ നമ്മുടെ നാട്ടിലുള്ള പത്രം ഓഫീസുകളാണോ? എങ്കിൽ ഇനി മുതൽ PSCയുടെ സൈറ്റിൽ നമ്മുടെ നാട്ടിലുള്ള ജില്ല തിരിച്ചിട്ടുള്ള പത്രം ഓഫീസുകളുടെ വിലാസം കൊടുത്താൽ മതി. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും, ഒരാളിന്റെ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് തെറ്റായിട്ട് രീതിയിൽ ചെയ്യുന്നു, ഉദ്യോഗാർത്ഥി എന്ന് പറയുന്നയാൾ അല്ലെങ്കിൽ ഈ അപേക്ഷ നൽകിയിരിക്കുന്നയാൾ യാതൊരു വിധത്തിലുള്ള പരീക്ഷയും എഴുതി അർഹത നേടാത്തയാളാണ് എന്നുള്ള കാര്യം ഇവിടെ പരിഗണിക്കപ്പെടുന്നില്ല. 3, ഒരു പരാതി ഉണ്ടായതിനു ശേഷം പോലും അതിലൊരു ചെറുവിരൽ അനക്കുന്നതിന് വേണ്ടിയിട്ട് PSC തയ്യാറായിട്ടില്ല. ഇത് മൂന്നും അതീവ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. ഇനി ഈ മറുഭാഗവുമുണ്ട്. വ്യാജരേഖ ചമച്ചു എന്ന് പറയുന്നിടത്ത് നോക്കൂ, ഇവിടെ ഞാൻ വാർത്തകൾ വായിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരുപക്ഷെ ശ്രീമതി ശ്രീജയ്ക്ക് അത് കൂടുതൽ വിശദമായിട്ട് പറയാൻ കഴിയും. ഞാൻ അവരുടെ അനുഭവമായിട്ട് മനസ്സിലാക്കിയത്, ഇവർ തുടർച്ചയായിട്ട് ഇങ്ങനെ നോക്കുകയാണ്, എന്റെ ജോലി എപ്പോൾ കിട്ടും, ഇനി എത്ര പേര് എനിക്ക് മുമ്പുണ്ട് എന്ന് നോക്കി അവസാനം ശ്രീമതി ശ്രീജ മനസ്സിലാക്കുന്നത് 3 പേർക്ക് കൂടി ഇനി ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ 3ാമതായി തനിക്ക് ജോലി കിട്ടും എന്നാണ്. അങ്ങനെയുള്ള ഒരു സമയത്ത്, അതായത് 2 പേർ മുന്നിൽ നിന്ന് ആൾക്കാർ മാറിക്കഴിഞ്ഞാൽ തനിക്ക് ജോലി കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു സാഹചര്യത്തിൽ പോലും ഇല്ലാതെ ഇരിക്കുന്ന ഒരു സത്യവാങ്മൂലം ആ ഒരു സമയത്ത് വളരെ കൃത്യമായിട്ട് വരുന്നു എന്ന് പറയുന്നതിന്റെ ടൈമിംഗ് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അത് നിഷ്കളങ്കമായിട്ടുള്ള ഒരു ടൈമിംഗ് ആണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത് പേരും ഇനിഷ്യലും ജനന തീയതിയും ഒന്ന് തന്നെ ആയിട്ടുള്ള 2 ആൾക്കാർ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആൾക്കാർ ഈ ഒരു ശ്രീജ, രണ്ടാമതൊരു ശ്രീജയെ കണ്ടെത്തുന്നതിന് ഏതൊക്കെ രീതിയിൽ ശ്രമിച്ചിരിക്കണം. പരീക്ഷ എഴുതിയിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും പറഞ്ഞിട്ട് അറിയാം എന്നെങ്കിലും പറയാം. പക്ഷെ ഇത് സർക്കാർ സർവീസിൽ തന്നെ ജോലി ചെയ്യുന്ന, ഈ പരീക്ഷ എഴുതിയിട്ടില്ലാത്ത ഒരാളിനെ കേവലം 7 വർഷം മുമ്പ് ജോലി കിട്ടിയ ആളാണ്. 2014 സർക്കാർ സർവീസിൽ കയറിയ ഒരാളാണ്. അതെ, അങ്ങനെയുള്ള ഒരാളിനെ സമീപിക്കുന്നു. ആ ആളിനോട് ഇത്തരത്തിലുള്ള, സർക്കാർ സർവീസിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ജോലി ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇത്തരത്തിലുള്ള ഡിലീഷന് വേണ്ടിയിട്ടുള്ള ഒരു സത്യവാങ്മൂലം കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയേണ്ട ഉത്തരവാദിത്തം തൊഴിൽപരമായിട്ട് കൂടിയുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളിനെ സമീപിക്കുന്നു. ആ ആൾ താൻ എഴുതിയിട്ടില്ലാത്ത ഒരു പരീക്ഷ, അവിടെ ഓർമ്മക്കുറവൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഇവിടെ തീരുമാനമെടുക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, തന്നെയുമല്ല ഇതൊരു സത്യവാങ്മൂലമാണ്. അങ്ങനെ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കുന്ന സമയത്ത് ഞാൻ ഈ പരീക്ഷ എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഓർമ്മയുടെ പുറത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. തനിക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമാണ് സത്യവാങ്മൂലം. അതിന്റെ പേര് തന്നെ സത്യവാങ്മൂലം എന്നാണ്. സത്യം മാത്രമാണ് അതിൽ ബോധിപ്പിക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു സത്യവാങ്മൂലം വരുന്നു. ഈ സത്യവാങ്മൂലം ഉള്ളിടത്തും തീർന്നില്ല. അപ്പൊ ആരോ ഇതുപോലെ സമാനമായിട്ടുള്ള പേരുള്ള ഒരാളെ കണ്ടുപിടിക്കുന്നു. ആ ആളിനെ കൊണ്ട് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവരുന്നു. പണ്ട് കാലത്താണെങ്കിൽ വെറുതെ വെള്ളപ്പേപ്പറിൽ എഴുതി കൊടുത്താൽ മതിയായിരുന്നു. ഇന്ന് അത് പറ്റില്ല. ഇന്ന് വെള്ളപ്പേപ്പറിൽ എഴുതി കൊടുക്കുന്നത് കൂടാതെ അത് ഒരു ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തണം. അതിനു മുകളിൽ ഒരു നോട്ടറി കൂടി സാക്ഷ്യപ്പെടുത്തണം. അപ്പൊ ഈ ഗസറ്റഡ് ഓഫീസറും നോട്ടറിയും ഒക്കെ എന്താ കണ്ണടച്ച് ഫോട്ടോ പതിക്കണം. ഇത്രയും കാര്യങ്ങൾ ഇവർ കണ്ണടച്ച്, അതെ, ഇത്രയും കാര്യങ്ങൾ ഇവർ കണ്ണടച്ചിട്ടാണോ ഈ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനുകളിൽ ഇരിക്കുന്ന ഗസറ്റഡ് ഓഫീസറും നോട്ടറിയും ചെയ്തിരിക്കുന്നത് എന്ന് സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ഈ ആളിനെ അറിയാമെങ്കിലോ ഇല്ലെങ്കിലോ അവരുടെ ഉത്തരവാദിത്തപ്പെട്ട, അവരെ അറ്റസ്റ്റ് ചെയ്ത് സാക്ഷ്യപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഉറപ്പുണ്ടായിരിക്കണം ഈ റാങ്ക് ലിസ്റ്റ് പട്ടികയിലുള്ളയാൾ ഇന്നയാളാണ്, ഈ ഹോൾ ടിക്കറ്റ് നമ്പറിൽ എഴുതിയിരിക്കുന്നയാളാണ്, ഈ ഫോട്ടോയിലുള്ളയാളാണ്, ഇതുതന്നെയാണ് എന്ന് ഉറപ്പുണ്ടായതിനു ശേഷം സ്വയം ബോധ്യമുണ്ടാകുമ്പോൾ സാക്ഷ്യപ്പെടുത്തുകയാണ്.
അങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ഗസറ്റഡ് ഓഫീസറും നോട്ടറിയും ഇവിടെ ഉണ്ടാവുക. അവിടെയും തീർന്നില്ല. ഈ അപേക്ഷ പിന്നീട് ഈ എല്ലാവിധ സന്നാഹങ്ങളോടും കൂടി PSC ഓഫീസിൽ പോകുന്നു. PSCയിൽ ഇരിക്കുന്ന ആൾക്കാർ ഇത് എന്തായാലും നോക്കിയതിനു ശേഷം തീരുമാനമെടുക്കുന്നു. ഈ ഡിലീഷൻ എന്ന് പറയുന്നത് പലപ്പോഴും സംഭവിക്കുന്നതാണെങ്കിൽ കൂടി സ്വാഭാവികമായും അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തുന്നത് കൊണ്ട് കേവലം ഒരാൾ തന്നെ തീരുമാനിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി അങ്ങനെയല്ല, ഒരാൾ മാത്രമേ തീരുമാനിച്ചിട്ടുള്ളൂ എങ്കിലും നമ്മൾ ഇതിൽ 5 പാർട്ടികളെ പറ്റിയാണ് പറയുന്നത്. അതായത് ഈ ശ്രീജയെ സമീപിച്ചിരിക്കുന്നയാൾ, ഈ കൊടുത്തിരിക്കുന്ന ശ്രീജ, ഗസറ്റഡ് ഓഫീസർ, നോട്ടറി, അതിനുശേഷം PSCയുടെ മിനിമം ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ. അങ്ങനെ 5 പേർക്ക് പോലും, വളരെ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനുകളിൽ ഇരിക്കുന്ന 5 പേർക്ക് പോലും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഇതിലുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എങ്കിൽ അതും ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു വീഴ്ചയാണ് എന്ന് കരുതാൻ കഴിയില്ല. കാരണം അത് അത്രത്തോളം നമ്മളൊക്കെ നിഷ്കളങ്ക ബുദ്ധിയുള്ളവരാവരുത് എന്നുള്ളതാണ് എൻ്റെ കാര്യം. അപ്പോൾ എൻ്റെ ഒരു ഉറച്ച ബോധ്യം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ 2 ഭാഗത്തും ശ്രീജയ്ക്ക് കേവലം ജോലി നൽകി ശ്രീജയെ തിരിച്ച് സർവീസിൽ എടുക്കുകയോ അല്ലെങ്കിൽ ശ്രീജ മൂലം മറ്റൊരാളിന് ഇപ്പോൾ ആർക്കെങ്കിലും ഒരു പക്ഷേ ജോലി ഇല്ലാതെയാവുകയോ ചെയ്യുകയാണെങ്കിൽ അയാൾക്കൊരു പ്രയോറിറ്റി കൊടുത്ത് അടുത്ത തവണ പരിഗണിക്കുകയോ ചെയ്യുന്നിടത്ത് ഈ പ്രശ്നം തീരുന്നില്ല. ഈ പ്രശ്നം അതിനേക്കാൾ ഗുരുതരമാണ്. ശ്രീജയ്ക്ക് ജോലി കൊടുക്കണം, അത് നാളെ എങ്കിൽ നാളെ തന്നെ കൊടുക്കണം, അതിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. പക്ഷേ ഈ പ്രോസസ്സിൽ ഇത്രയും വലിയൊരു ഹോൾ ഇതിൽ ഉണ്ടാക്കുകയും ഇത്രയും വലിയ ഗൂഢാലോചന നടന്നതിന് ശേഷം ഇങ്ങനെ ഒരു സംഭവം ഇതിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണോ അതിനെപ്പറ്റി സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാവുകയും അവരെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് പരമപ്രധാനമാണ്. അല്ലാതെ പെട്ടെന്ന് ഇവർക്കൊരു ജോലി നൽകിയതിനു ശേഷം നമുക്ക് ഇതിൽ നിന്ന് കൈ കഴുകി തടിയൂരാം എന്ന് PSC കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. നിങ്ങളുടെ പല നടപടികളെയും ഈ നാട്ടിലുള്ള ഉദ്യോഗാർത്ഥികൾ ഇഷ്ടപ്പെടാതെ വിമർശിച്ച് ഇരിക്കുകയാണ്. അങ്ങനെ വിമർശിച്ചിരിക്കുന്ന ആൾക്കാർക്കെതിരെ പോലും വളരെ ഒരു കാലുഷ്യത്തോടു കൂടി അല്ലെങ്കിൽ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി നടപടിയെടുക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് നിങ്ങൾ മാറുന്നു. ആ ധാർഷ്ട്യം നിങ്ങൾ മാറ്റിവെക്കുക. ഈ വിഷയം എന്ന് പറയുന്നത് ഈ നാട്ടിലുള്ള എല്ലാവരുടെയും വിഷയമാണ്. കേവലം നോക്കൂ വിനു, എനിക്ക് ഈ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. കേവലം ഒരു ശ്രീജയെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ആ ശ്രീജയുടെ പേരിൽ ഇത് കൊടുക്കാം എന്നൊരു ബുദ്ധി ആരുടെയെങ്കിലും തലയിൽ ഉദിച്ചിട്ടുണ്ടെങ്കിൽ അത് കേവലം ഈ ഒരു വിഷയത്തിൽ മാത്രമായിരിക്കുകയില്ല അത് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ട്. അതുകൊണ്ട് സമാനമായിട്ടുള്ള പരാതികൾ മറ്റാർക്കെങ്കിലും ഇങ്ങനെ അവസാന നിമിഷം നീക്കപ്പെട്ടിരിക്കുന്നതായിട്ടോ മറ്റോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർ മറ്റ് സർവീസിൽ ഉണ്ടായിരിക്കാം, പക്ഷേ ഡിലീഷൻ ആപ്ലിക്കേഷൻ അവരായിരിക്കില്ല കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ പുറത്തു വരണം. പേര് വെളിപ്പെടുത്താൻ ഒരുപക്ഷെ ഗവൺമെന്റ് ജോലിയിലുള്ളത് കൊണ്ട് തടസ്സമുണ്ടെങ്കിൽ മാധ്യമ പ്രവർത്തകരോടെങ്കിലും പറഞ്ഞിട്ട് ഇതൊരു വാർത്തയായിട്ടും തുടർച്ചയായിട്ടുള്ള ഒരു സീരീസ് ആയിട്ടും ഇത് വന്ന് ഇവരുടെ കാപട്യം പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ ഉദ്യോഗാർത്ഥി സമൂഹത്തോടും ഇപ്പോൾ ജോലിയിൽ ഇരിക്കുന്ന ആൾക്കാരോടും എനിക്കുള്ള അഭ്യർത്ഥന. ഇതിന്റെ നിയമപരമായ വശങ്ങൾ കൂടി പരിശോധിക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീജയ്ക്ക് ജോലി കൊടുത്തു മാത്രം പരിഹരിക്കേണ്ടതാണോ ഈ പ്രശ്നം എന്നാണ് പരിശോധിക്കുന്നത്. ശ്രീ MR അഭിലാഷ്, തീർച്ചയായും ഇപ്പോൾ നമുക്കൊപ്പമുള്ള ശ്രീജയ്ക്ക് ജോലി കിട്ടും, അത് വേഗം തന്നെ കൊടുക്കേണ്ടതാണ്. ഇവിടെ മരിച്ചുപോയ MLA-മാരുടെ മക്കൾക്ക് വരെ പുതിയ തരത്തിലുള്ള ആശ്രിത നിയമനം നൽകുന്ന സർക്കാരാണ്. അതുകൊണ്ട് സത്യത്തിൽ നാളെ തന്നെ സർവീസിൽ പ്രവേശിപ്പിക്കേണ്ടതാണ് ഈ ശ്രീജയെ. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഗുരുതരമായ കൃത്യവിലോപങ്ങൾക്ക്, വീഴ്ചകൾക്ക്, ഗൂഢാലോചനയ്ക്ക് പ്രതിപ്പട്ടികയിൽ വരേണ്ട ആളുകൾ ഇതിൽ പങ്കാളികളല്ലേ? തീർച്ചയായിട്ടും ശ്രീ വിനു, അതിഗുരുതരമായിട്ടുള്ള ഒരു ക്രിമിനൽ കുറ്റമായിരിക്കാം ഇതിനകത്ത് നടന്നിരിക്കുന്നത്. അതിഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. നോട്ടറൈസ് ചെയ്ത അതിന് അധികാരപ്പെട്ട വ്യക്തിയും അതുപോലെ തന്നെ ആണെങ്കിലോ അതോ ഇനിയിപ്പോൾ ഗസറ്റഡ് ഓഫീസർ ആണെങ്കിലോ അവരുടെയൊക്കെ ഭാഗത്ത് നിന്ന് വളരെ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമോ അല്ലെങ്കിൽ ബോധപൂർവമായിട്ടുള്ള ക്രിമിനൽ കുറ്റമോ ആണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് ശ്രീമതി ശ്രീജയ്ക്ക് ജോലി കൊടുക്കുന്നതിൽ കഴിയുന്ന ഒരു വിഷയമല്ല. ശ്രീജിത്ത് പണിക്കർ വളരെ മനോഹരമായി ഇതിൻ്റെ വ്യത്യസ്തമായ വശങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. അതിശക്തമായ നടപടികൾ വേണ്ടതായിട്ടുള്ള ഒരു പക്ഷേ വലിയ തൊഴിൽ തട്ടിപ്പുകൾ PSCയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടാവാം. ശ്രീമതി ശ്രീജയുടെ കാര്യത്തിൽ നാം അത് പുറത്ത് ആ വിഷയം വരുന്നു. ആശ്രിത നിയമനവും ബന്ധു നിയമനവും ഒക്കെ നമുക്കറിയാം, പിൻവാതിൽ നിയമനവും ഒക്കെ നടത്തി വളരെ കുപ്രസിദ്ധി ആർജിച്ച ഒരു PSC ആണ് നമ്മുടെ PSC. ഒരു ഭരണഘടനാ സ്ഥാപനമാണെങ്കിൽ കൂടിയും കേരളത്തിലെ PSC ഇത്രയധികം വിമർശനങ്ങൾ നേരിട്ട വർഷങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല. ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തുവാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. FIR ഇടേണ്ടതായിട്ടുണ്ട്. ആൾമാറാട്ടം, ഫോർജറി,
ക്രിമിനൽ കോൺസ്പിറസി എന്ന് വേണ്ട ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ഗുരുതരമായ നിരവധി പ്യൂണിറ്റീവ് പ്രൊവിഷൻസ് ഒക്കെ ഇൻവോക്ക് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ് ഇത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ കഴിയില്ല ആരുടെയൊക്കെ ക്രിമിനാലിറ്റി എത്രത്തോളമാണ് എന്ന് ഈ ഒരു അവസരത്തിൽ പറയാൻ കഴിയില്ല. എന്നിരുന്നാലും ഒരു FIR ഇട്ട് വ്യക്തമായി അന്വേഷിക്കേണ്ടതായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഒഫൻസസ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യം ശരിക്കും ഈ കുട്ടിയോട് മാപ്പ് പറയേണ്ടതായിട്ടുണ്ട്. ആ കുട്ടിയുടെ മുഖത്ത് കാണുന്ന ആ ഒരു നിരാശ നമ്മുടെ എല്ലാം സമാഹിതമായിട്ടുള്ള ഒരു പരാജയമാണ്. ഒരു ഭരണഘടനാ ജനാധിപത്യത്തിന് അവിടുത്തെ പൗരന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രോമിസസിലൊന്നാണ് അവിടുത്തെ രാഷ്ട്രീയ വ്യവസ്ഥയുടെ ഭരണവ്യവസ്ഥയുടെ ഭാഗമായി ജനസേവനം നടത്തുക എന്നത്. അതുകൊണ്ടാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 16 അത് എൻഷ്രൈൻ ചെയ്തിട്ടുള്ളത്. ആർട്ടിക്കിൾ 14 അവസര സമത്വം ഉറപ്പുവരുത്തുമ്പോൾ പൊതു തൊഴിലിടങ്ങളിൽ അവസര സമത്വം ആർട്ടിക്കിൾ 16 കൊടുക്കുന്നു. അപ്പം വളരെയധികം സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ച് കുടുംബത്തെ മുഴുവൻ ചുമലിൽ പേറാൻ കഷ്ടപ്പെടുന്ന ഇതുപോലെയൊരു സ്ത്രീ സുന്ദരമായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥത്തിലേക്ക് വരികയും അവർക്ക് അർഹപ്പെട്ട പ്രൊമോഷൻ വഴി അവർ ഉന്നത സ്ഥാനത്തിലേക്ക് എത്തുകയും ചെയ്യുക എന്നതാണ് നമ്മൾ ഒരു മോഡേൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി ഉറപ്പുവരുത്തുന്ന ഒരു വഴി അല്ലെങ്കിൽ പന്താവ് എന്നത്. ഇത്തരത്തിൽ യോഗ്യയായ ഒരു കുട്ടിക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് അത് നിരസിക്കുകയും അത് സംബന്ധിച്ച് പരാതി കൊടുക്കുവാൻ ചെന്ന അവരുടെ പരാതി പോലും കേൾക്കാൻ സന്നദ്ധതയില്ലാതെ പോലീസിനെ വിളിക്കുമെന്ന് വരെയും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമാണ് ശ്രീ വിനു, നമ്മുടെ സമൂഹത്തിന് നമ്മുടെ സർക്കാരിന് വളരെ ഗുരുതരമായ എന്തോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തെറ്റുകൾ സംഭവിക്കുക എന്നത് ഒരു പുതിയ സാധാരണതയായി നമ്മുടെ ഇടയ്ക്ക് മാറിക്കഴിഞ്ഞു. ഇതിനെ സംബന്ധിച്ച് FIR ഇതുവരെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ ഇൻ്റർനെറ്റിൽ എനിക്ക് വായിച്ചറിയുവാൻ കഴിഞ്ഞത്. എന്ത് നടപടി എടുത്തിട്ടുണ്ടെന്നറിയില്ല. PSC ഓഫ് ലേറ്റ് ഇവർക്ക് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ജോലി ഒരാൾക്ക് കൊടുക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയുന്ന ഒരു വിഷയമല്ല. അതിഗുരുതരമായിട്ടുള്ള ഒരു ക്രിമിനൽ ഒഫൻസാണ് നടന്നിരിക്കുന്നത്. ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരെയും നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. ശ്രീമതി ശ്രീജയ്ക്ക് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം അവരുടെ ജീവിതത്തിൽ അവസാനത്തെ അത്താണിയായി സാധ്യതയായി അവരിതിനെ കണ്ടതുകൊണ്ട് അവർ ശ്രദ്ധിച്ചിത് പരിശോധിച്ച് അവർക്ക് കാണാൻ കഴിഞ്ഞു. എത്ര പേർക്ക് ഇതിനു മുമ്പ് ഇതുപോലെ അവസരം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടാവും ശ്രീ വിനു? ഇത് മനസ്സിലാക്കാൻ കഴിയാതെ എത്ര പേർക്ക് അവരുടെ ജീവിത സാധ്യതകൾ അടഞ്ഞിട്ടുണ്ടാകാം. എത്ര പേർ നിയമവിരുദ്ധമായി സ്ഥാനങ്ങളിൽ ഇരിക്കുന്നുണ്ടാവാം. ഇതൊന്നും നമുക്കറിയില്ല. ഇതൊരു പക്ഷേ ഇത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു തട്ടിപ്പിൻ്റെ ഭാഗം മാത്രമാകാം. വലിയൊരു ലാർജർ പിക്ചർ ഇതിന് പുറത്തുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. PSC അംഗമാകാൻ വരെയും രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് പണം ഓഫർ ചെയ്തു എന്നൊരു ഗുരുതരമായ ആരോപണം വന്നിട്ട് ഒരു അന്വേഷണവും കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊരു പുതിയ സാധാരണതയാണ്. എന്ത് ആരോപണം വന്നാലും എന്ത് അവകാശ നിഷേധം വന്നാലും എത്രയൊക്കെ തട്ടിപ്പ് വന്നാലും ഒരു മാറ്റവും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഏറ്റവും നമുക്ക് വേദന തരുന്നൊരു വിഷയം, ഈ പരാതി പറയാൻ ചെന്ന ഈ ഉദ്യോഗാർത്ഥിയോട് ഇത്ര കലുഷമായി ഇത്ര ക്രോധത്തോടുകൂടി പെരുമാറിയ PSCയുടെ ജില്ലാ ഓഫീസറാണ്. അവരൊരു സ്ത്രീയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ നീതി നിഷേധിക്കപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥിയോട് പുറത്തേക്ക് പോകുവാൻ ആവശ്യപ്പെടുക വഴി ശരിക്കും ഇതിൽ വലിയൊരു കൃത്യവിലോപം ഉണ്ടോ ശ്രീ വിനു? എനിക്കിപ്പോൾ ഓർമ്മയിൽ വരുന്നത് കുറച്ച് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആയിരിക്കാം, പക്ഷേ റെലവൻ്റ് ആണ്. ഈ ഹന്ന ആരന്ത് എന്ന് പറയുന്ന ഒരു ജർമ്മൻ ചിന്തകയുണ്ട്. അവരൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, എയ്ക്ക്മൻ ഇൻ ജെറുസലേം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതായത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലറുടെ കമാൻഡറായിരുന്ന എയ്ക്ക്മൻ നിരവധി ലക്ഷക്കണക്കിന് ജൂതന്മാരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊല്ലുന്നതിന് നേതൃത്വം കൊടുക്കുകയുണ്ടായി. അയാളെ ഹിറ്റ്ലറുടെ പതനത്തിന് ശേഷം അർജന്റീനയിൽ നിന്നും വേട്ടയാടി പിടിച്ച് ഇസ്രായേലിൽ കൊണ്ടുവന്ന് വിചാരണ നടത്തി അയാളെ തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത്. ആ സംഭവത്തിനെക്കുറിച്ച് ഹന്ന ആരന്ത് എഴുതുന്നത്, ഈ ഐക്മന് പ്രത്യേകിച്ച് ഒരു ക്രിമിനൽ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അയാൾ ഈ ഉത്തരവുകൾ കേട്ട് അത് നടപ്പാക്കുക മാത്രമാണ്. പക്ഷേ അതിന് വിധേയരാകുന്ന ഇരയുടെ മനസ്സിലെ വേദന മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി അല്ലെങ്കിൽ ആ ഒരു വൈകാരിക ഇമോഷണൽ സെൻസിറ്റിവിറ്റി അയാൾക്ക് ഉണ്ടായിരുന്നില്ല. അവരതിനെ വിളിക്കുന്നത് ബെയ്നാലിറ്റി ഓഫ് ഈവിൾ എന്നാണ്. ഒരാൾ മുൻപിൽ വന്ന് പരാതി പറയുകയാണെങ്കിൽ അയാളുടെ ആ വിഷമം മനസ്സിലാക്കാനുള്ള ആ ഒരു മൗലികമായ മനുഷ്യത്വം, അത് ബൗദ്ധികമായി അത് അവൈലബിൾ അല്ലാത്ത ഒരവസ്ഥ, അതുതന്നെയാണ് ഇവിടെയും കാണുന്നത്. ഒരു ബെയ്നാലിറ്റി ഓഫ് ഈവിൾ തന്നെയാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. സാർ വിളി ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങൾ മാനുഷികമാക്കപ്പെടും എന്നൊന്നും നമുക്ക് ചിന്തിക്കുവാൻ കഴിയില്ല. ഇവിടെ അങ്ങനെയുള്ള സന്ദേശം സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ സർക്കാർ ഓഫീസുകളിൽ വിരിഞ്ഞിരിക്കുന്ന ആളുകൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇവർക്ക് ശമ്പളം നൽകുന്നത് ജനങ്ങളാണ്.
ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് ശമ്പളം കിട്ടുന്നത്. ഇവർക്ക് ശമ്പളം നൽകാനാണ് ഈ ദുരിതകാലത്ത് പോലും കോടിക്കണക്കിന് രൂപ സർക്കാർ കടമെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ റവന്യൂ വരുമാനത്തിൻ്റെ 60-70% ഇവർക്ക് ശമ്പളവും പെൻഷനും നൽകാനാണ് ഈ സംസ്ഥാനം വിനിയോഗിക്കുന്നത്. അങ്ങനെ ജനങ്ങളുടെ ചെലവിൽ കഴിയുന്നുവെന്ന ബോധ്യമുണ്ടെങ്കിൽ തൊഴിലിനു വേണ്ടി യാചിച്ചു നിൽക്കുന്ന ഒരു പാവപ്പെട്ട സ്ത്രീക്ക് മുന്നിൽ ഇത്ര പരുഷമായി നിലപാടെടുക്കാൻ അവർക്കാർക്കും കഴിയുകയില്ല. എന്നു മാത്രമല്ല, ഈ ശ്രീജ ഇന്ന് തന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായിരിക്കേണ്ടതാണ്. ഈ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം പരിശോധിക്കുമ്പോൾ അവരിന്നും സർക്കാർ ഓഫീസുകളിൽ അല്ലെങ്കിൽ പോലീസ് മേധാവിയുടെ പോലീസ് ഓഫീസർമാർക്ക് മുന്നിൽ എത്തുന്നു. ശ്രീമതി ശ്രീജ, ഇതിന്മേൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ശ്രീജയുടെ തന്നെ പരാതിയിൽ ഇന്ന് കോട്ടയത്ത് ഡിവൈഎസ്പി ഓഫീസിൽ വിളിച്ചിരുന്നു. അവർ കാര്യമായി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞോ? അതെ, ചോദിച്ചറിഞ്ഞു. നമ്മൾ കൊടുത്ത പരാതിന് മേൽ അന്വേഷണം നടത്താനാണ് ഇന്ന് വിളിച്ചിരുന്നത്. ശ്രീജയ്ക്ക് പറയാനുള്ളതൊക്കെ അവർ കേട്ടു. അല്ല, കേട്ടു. ഈ അന്വേഷണത്തെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റാളുകളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെ ശ്രീജ എല്ലാ സ്ഥലങ്ങളിലും നടന്ന് പരാതി കൊടുക്കുന്നതിന് അപ്പുറത്തേക്ക് വേറെ ആരെങ്കിലും ഈ വിവരം അറിഞ്ഞ് ഉന്നതരായ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ആളുകൾ വിളിച്ചിരുന്നോ? ശ്രീജയുമായി സംസാരിച്ചിരുന്നോ? ഇല്ല, ആരും സംസാരിച്ചില്ല. അപ്പോൾ ഈ പരാതിയുമായി ശ്രീജ തന്നെ ഈ നിമിഷം വരെ ഇങ്ങനെ കയറി ഇറങ്ങുന്നു. ശ്രീജ തന്നെ കൊടുത്ത പരാതിയിൽ ശ്രീജ മൊഴി നൽകാൻ വീണ്ടും കോട്ടയത്തേക്ക് ഈ ഡിവൈഎസ്പി ഓഫീസിലേക്ക് പോകുന്നു. അങ്ങനെ ശ്രീജ കയറി ഇറങ്ങുന്നു ഈ നിമിഷം വരെ. അതെന്നെ അവിടുന്ന് അന്വേഷിക്കുന്നുണ്ട്. ഉടനെ തന്നെ അതിനുള്ള മറുപടി തരുമെന്നാണ് DYSP ഓഫീസിൽ നിന്ന് സാറും ഒക്കെ പറഞ്ഞത്. എല്ലാവരും വളരെ വളരെ നല്ല രീതിയിലാണ് ഞങ്ങളോട് പെരുമാറിയത്. ഞാൻ ചോദിച്ചത് ഈ പോലീസുകാരുടെ കാര്യമല്ല, പോലീസിൽ ശ്രീജ നൽകിയ പരാതിയുടെ കാര്യമല്ല. ഞാൻ ചോദിക്കുന്നത് PSCയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ആളുകൾ, ഉദ്യോഗസ്ഥരോ ആരെങ്കിലും വിളിച്ചിരുന്നോ? ഇല്ല, ആരും വിളിച്ചില്ല. ശ്രീജ കൊടുത്ത പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തുന്നു എന്ന് മാത്രമേ ഇപ്പോൾ അറിയുകയുള്ളൂ. അതേ അറിയുള്ളൂ. അല്ല, ഞാൻ അത് ചോദിക്കാൻ കാര്യം, ഈ ശ്രീജയുടെ പേരിൽ ഈ വ്യാജ സാക്ഷ്യപത്രം കൊടുത്ത ആളുണ്ടല്ലോ, ആ ആളിൻ്റെ പ്രശ്നം തീർക്കാൻ PSCയിലെ ഉന്നതർ ഇടപെട്ടിരുന്നു, അവരുമായി ബന്ധപ്പെട്ടിരുന്നു. അവർക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കാൻ മാപ്പപേക്ഷ, ആ ഉപദേശം കിട്ടിയത് ആ ഉന്നത വ്യക്തിയിൽ നിന്നാണ്. കോട്ടയം PSC ഓഫീസിൽ ഉടൻ തന്നെ വിളിച്ച് വേണ്ട കാര്യങ്ങൾ അന്വേഷിച്ചതും ആ PSC ഉന്നതൻ തന്നെയാണ്. അങ്ങനെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് അനുകൂലമായി അവരെ രക്ഷപ്പെടുത്താൻ വെമ്പുന്ന ഏതെങ്കിലും PSC ഉന്നതൻ ശ്രീജയെ വിളിച്ചിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഒരാശ്വാസ വാക്കെങ്കിലും എവിടെ നിന്നെങ്കിലും എത്തിയിരുന്നോ ഈ നിമിഷം വരെ? ഇല്ല, ഇതുവരെ എന്നെ ആരും വിളിച്ചിട്ടില്ല. ജോലി നൽകാമെന്ന് പറഞ്ഞു പോലും ഇല്ല, ആരും വിളിച്ചില്ല. ശ്രീജ, ഈ ജോലി വേണ്ട എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഈ അഫിഡവിറ്റ് ഉണ്ടല്ലോ, അത് മറ്റാരെങ്കിലും കൊടുത്ത് ശ്രീജ കണ്ടിട്ടുണ്ടോ? ആ അഫിഡവിറ്റിൽ ഫോട്ടോ അടക്കമുള്ള വിവരങ്ങൾ ചേർത്തിരിക്കുന്നത് ശ്രീജ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ആരാണോ ജോലി വേണ്ടെന്ന് പറയുന്നത് അവരുടെ ചിത്രമുണ്ടാകും, അവരുടെ ഒപ്പുണ്ടാകും, അവരുടെ വിവരങ്ങൾ, വിലാസമടക്കം എല്ലാം ഉണ്ടാകും അല്ലേ? അതെ. അത് മുദ്രപത്രത്തിലാണ്. ID പ്രൂഫ് ഉണ്ട്. അതെ, എല്ലാം ഉണ്ട്. അതെല്ലാം ഗസറ്റ് ഓഫീസർ സാക്ഷ്യം. അതെ, മുദ്രപത്രത്തിലാണ് വെക്കുന്നത്. അതിൽ ആ ഫോട്ടോ ഒരു ഗസറ്റ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തും, അത് നോട്ടറി അറ്റസ്റ്റ് ചെയ്യും അല്ലേ?
അതെ അതെ അതെ. അപ്പോൾ ഒരു തരത്തിലും ശ്രീജയുടെ, അതായത് ഈ പരീക്ഷ എഴുതിയ ശ്രീജയുടെ എല്ലാ വിവരങ്ങളും, ഫോട്ടോ അടക്കം, ഒപ്പടക്കം, വിലാസമടക്കം എല്ലാ വിവരങ്ങളും PSCയുടെ കയ്യിലുണ്ട്. അത് PSCക്ക് വളരെ പെട്ടെന്ന് ഏത് ഓഫീസിലിരുന്നും മനസ്സിലാക്കാവുന്നതാണ്, അല്ലെ PSC ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാവുന്നതാണ്. പ്രൊഫൈലുണ്ട്, വിവരങ്ങളുണ്ട്. കൊടുക്കുന്ന അഫിഡവിറ്റിൽ ആരാണ് കൊടുക്കുന്നത്, അവരുടെ ചിത്രമുണ്ട്, അവരുടെ വിവരങ്ങളുണ്ട്, ഒപ്പുണ്ട്, സാക്ഷ്യപത്രമുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് മനഃപൂർവ്വം ശ്രമിക്കാതെ ഒരു തെറ്റ് വരുത്താനുള്ള സാധ്യത വിരളമല്ലേ? ശ്രീജിത്ത് പണിക്കർ, ശ്രീജ ഈ ജോലി കിട്ടുമോ എന്നുള്ള ആവലാതിയിലാണെന്ന് തോന്നുന്നു. തീർച്ചയായും ശ്രീജയ്ക്ക് ജോലി കിട്ടും. ശ്രീജയ്ക്ക് ജോലി കിട്ടും വരെ ശ്രീജയുടെ ഈ പോരാട്ടത്തിനൊപ്പം ഞങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ശ്രീജ ധൈര്യമായിരിക്കുക. ശ്രീജയ്ക്ക് ഈ ജോലി കിട്ടിയിരിക്കും എന്ന് മാത്രമല്ല, ഈ കുറ്റവാളികളെ രക്ഷിച്ചുകൊണ്ടു പോകാനുള്ള ഇവരുടെ എല്ലാ നീക്കങ്ങൾക്ക് പിന്നാലെയും ഞങ്ങളൊക്കെ ഉണ്ടാകും. ശ്രീജിത്ത് പണിക്കർ, വളരെ പെട്ടെന്ന് ഈ പ്രശ്നം PSC പരിഹരിക്കും, അതെനിക്ക് ഉറപ്പാണ്. ശ്രീജയ്ക്ക് ജോലി കൊടുക്കും, ഇവിടെ ഇരിക്കുന്ന ശ്രീജയ്ക്ക് ജോലി കൊടുക്കും, കൊടുക്കാതിരിക്കാൻ ഇനി കഴിയില്ല. മറ്റാളുകളെക്കുറിച്ചുള്ള അന്വേഷണം മുഴുവൻ ഇവരില്ലാതാക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സത്യവാങ്മൂലം കൊടുത്തവരെ, അത് അക്സെപ്റ്റ് ചെയ്തവരെ, വീഴ്ച വരുത്തിയവരെ എല്ലാം ഇവർ രക്ഷിക്കും. അതാണ് PSCയുടെ കാര്യത്തിൽ ഇന്നേ നിമിഷം വരെ സംഭവിച്ചിട്ടുള്ളത്. അത്ര ശക്തമാണ് അവിടുത്തെ ജീവനക്കാരുടെ സംഘടനകൾ, അവരുടെ രാഷ്ട്രീയ ബന്ധം, അവരുടെ താല്പര്യങ്ങൾ. ശ്രീജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ തോന്നുന്നത് അവിടെ നടക്കുന്ന ഇടപെടലുകളും ഇടപാടുകളുമാണ്. ഇത്തരം ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കാനും മൂടിവെക്കാനും അതിനെതിരെ പ്രതികരിക്കുന്നവരെ ദ്രോഹിക്കാനും പ്രത്യേക പരിശീലനം കിട്ടിയ ആളുകൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇവിടെ ശ്രീജയ്ക്ക് ജോലി കിട്ടുമെന്നതിലേക്ക് ഇവരിത് ഒതുക്കാനുള്ള സാധ്യത ശ്രീ പണിക്കരും കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും മെനു, ഈ ഒരു PSCയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ വലിയ രീതിയിലുള്ള ഒരു വിവാദം വരുന്നു. ആ വിവാദത്തിനെ എത്രയും പെട്ടെന്ന് ഇല്ലാതെയാക്കുക എന്നുള്ളതായിരിക്കും അവരുടെ പ്രഥമ പരിഗണന. അപ്പോൾ സ്വാഭാവികമായിട്ടും ശ്രീമതി ശ്രീജയ്ക്ക് ജോലി നൽകി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന വഴി അവർക്ക് തടിയൂരാവുന്നതാണ്. കാരണം അത് പിന്നീട് സ്വാഭാവികമായിട്ട് ഒരു ഡൈഡൗൺ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു വാർത്തയായി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം PSCയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ ഇതിനു മുൻപും വന്നിട്ടുള്ളതാണ്. ഒരുപാട് വിഷയങ്ങൾ നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് അത് വളരെ കൂടിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യവുമാണ്. പക്ഷെ ഈ ഒരു വിഷയത്തിൽ നടന്നിരിക്കുന്നത് PSCയുടെ കൂടിയുള്ള ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് നമുക്കിവിടെ പറയാൻ പറ്റും എന്നുള്ളതാണ് മറ്റുള്ള പല വിഷയങ്ങളിൽ നിന്നും ഇത് വ്യത്യസ്തമാകുന്നത്. പലപ്പോഴും പലതിനെയും നമുക്ക് രാഷ്ട്രീയ തീരുമാനങ്ങളാണെന്നോ അല്ലെങ്കിൽ പല ആൾക്കാരുടെയും രാഷ്ട്രീയ സ്വാധീനം മാത്രമാണ് അതിന് പിന്നിൽ എന്നൊക്കെ പറയാമെങ്കിൽ ഇത് PSCക്ക് നേരിട്ട് റോളുള്ള ഒരു സംവിധാനം എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ഗേറ്റ് അവിടെ ഉണ്ടായിരുന്നു. ആ ഗേറ്റ് കടന്നിട്ട് ഒരു ആപ്ലിക്കേഷൻ അപ്രൂവ്ഡ് ആയി പോയി എന്ന് പറയുമ്പോൾ അത് വളരെ ഗുരുതരമാകുന്നത് ഇത് സാധാരണ വിഷയങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. ഇപ്പോൾ തന്നെ ഈ ഒരു പ്രോസസ്സിൽ PSCയുമായി ബന്ധമില്ലാതെ തന്നെ ഒരാൾ ഇതിനെ ഒരു അപേക്ഷ ഉണ്ടാക്കുന്നു. ആ അപേക്ഷയെ ഒരു ഗവൺമെന്റ് ഓഫീസർ, അതിനെ ഗസറ്റഡ് ഓഫീസർ അതിനെ അറ്റസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഒരു നോട്ടറി സർട്ടിഫൈ ചെയ്യുന്നു. ഇങ്ങനെ പറയുന്നതെല്ലാം തന്നെ ഓരോരോ ക്വാളിറ്റി ഗേറ്റുകളാണ്. ഈ ഗേറ്റുകൾ അവിടെ നിൽക്കുന്നത് എന്തിനാണ്? പ്രോപ്പറായിട്ടുള്ള ഗേറ്റ് കീപ്പിങ്ങിന് വേണ്ടി തന്നെയാണ്. അതായത് ഈ സംവിധാനം അല്ലെങ്കിൽ ഈ ഒരു അപേക്ഷ എന്ന് പറയുന്നത് സത്യസന്ധമാണ് എന്നുള്ളതിനെ മറ്റൊരാൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ മറ്റൊരു പ്രശ്നവും ഇല്ലെങ്കിൽ പോലും പ്രാഥമികമായിട്ട് ഈ ഗൂഢാലോചന എന്നതൊക്കെ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ് എന്നുള്ള ഒരു യുക്തി അല്ലെങ്കിൽ ഒരു വാദം അവിടെ നിരത്തിയാൽ പോലും കൃത്യവിലോപം എന്ന് പറയുന്നത് ഇവിടെ പ്രഥമ ദൃഷ്ട്യാ മുഴച്ചു നിൽക്കുന്ന ഒരു ഏച്ചുകെട്ടൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇവരുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ വീഴ്ച വന്നിട്ടുണ്ട് എന്നും ആ വീഴ്ച ആത്യന്തികമായി പരിഗണിക്കപ്പെടേണ്ടുന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്നത് PSC ആയതുകൊണ്ട് ആ PSC പോലും അത് കണ്ടെടുത്തിട്ടില്ല എന്നും അത് പിന്നീട് പരാതി ഉണ്ടായിരുന്ന സമയത്ത് ഈ ശ്രീമതി ശ്രീജയ്ക്ക് തന്നെ ഇതിന്റെ പിന്നാലെ പോയി വ്യക്തിപരമായിട്ട് അന്വേഷിച്ച് പല ആൾക്കാരെയും റാങ്ക് ലിസ്റ്റിലുള്ള പല ആൾക്കാരെയും ഫോൺ ചെയ്തും മറ്റും അവസാനം ഈ ആളിനെ കണ്ടുപിടിക്കേണ്ടി വന്നു എന്ന് പറയുന്നത് ഒരു വളരെ വലിയൊരു ദുരവസ്ഥയാണ്. ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥ ശ്രീജയാണ്. ഈ ശ്രീജയാണ് ഇതിലെ യഥാർത്ഥ അന്വേഷണ ഉദ്യോഗസ്ഥ. അവർ പിന്നാലെ നടന്നാണ് സംഭവം കണ്ടെത്തിയത്. അല്ലാതെ ഈ PSC വിജിലൻസിൽ ഇരിക്കുന്ന മഹാന്മാരോ ഈ PSCയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ഒന്നുമല്ല.
അതുകൊണ്ട് തന്നെ ശ്രീജ ഒരു സിവിലിയൻ പോലീസ് അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ഇൻവെസ്റ്റിഗേറ്റർ എന്ന രീതിയിലാണ് കഴിവ് തെളിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന പദവിയേക്കാൾ ഒരുപക്ഷെ നല്ല രീതിയിലുള്ള ഒരു ജോലി ശ്രീജയ്ക്ക് തന്നെ കൊടുക്കാവുന്നതാണ്. കാരണം ശ്രീജയുടെ കഴിവ് കേരള സർക്കാരിന് മുന്നിൽ തെളിയിച്ചിരിക്കുകയാണ്. കേരള PSC എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിനെ, ആ ഒരു സംവിധാനത്തിനെ എത്രത്തോളം മോശമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് സിംഗിൾ ഹാൻഡഡ്ലി കാണിച്ചു തന്നിരിക്കുന്നയാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നോക്കൂ, നമ്മുടെ ഭാഗത്ത് നിന്ന് പല വിധത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകാം. ആ വീഴ്ചകൾ ഉണ്ടായാലും അതിലൊരു ഗ്രീവൻസ് റിഡ്രസൽ സിസ്റ്റം ഇതുപോലെയുള്ള ഒരു പൊതുസ്ഥാപനത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഒരു ഉദ്യോഗാർത്ഥിയുടെ ഭാഗത്ത് നിന്ന് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ, ഇതെന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രശ്നമല്ല. ആരുടെയെങ്കിലും ഒരു നമ്പറോ അല്ലെങ്കിൽ ഒരു ഹോൾ ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറയുന്നത് പോലെയുള്ള വളരെ റെഗുലർ ആയിട്ട് വരുന്ന രീതിയിലുള്ള ഒരു പ്രശ്നമല്ല. വളരെ റെയർ ആയിട്ടുള്ള ഒരു വൺ ഓഫ് ഇൻസിഡന്റ് എന്ന രീതിയിൽ മാത്രം മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഒരു വിഷയമാണ്. എത്രത്തോളം ആക്ച്വലി സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. പക്ഷെ അങ്ങനെ വന്നിരിക്കുന്ന, വളരെ ഓടായിട്ട് വന്നിരിക്കുന്ന ഒരു വിഷയത്തിനെ പോലെയും ആ ഒരു വിഷയത്തിന് പോലും ഇത്രത്തോളം കാഷ്വൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇവരുടെ ഭാഗത്ത് എങ്കിൽ, ആ പരാതിക്കാരി നേരിട്ട് പോയി പിന്തുടർന്ന ആളെ കണ്ടെത്തി അതിന്റെ എല്ലാ കാര്യങ്ങളും സമഗ്രമായി പഠിച്ചതിന് ശേഷം ഒരു മാധ്യമ സ്ഥാപനത്തിനോട് പറയുകയും അത് പിന്നീട് പോലീസ് കേസായി മാറുകയും അപ്പോൾ മാത്രം PSC ഉറക്കത്തിൽ ശ്രീജയാണ്. ഈ പോലീസിൽ പരാതി കൊടുക്കുന്നത് ശ്രീജയാണ്, അല്ലാതെ കോട്ടയത്ത് ഇത് കേട്ടിരുന്ന മഹതിയോ PSCയിലെ വമ്പന്മാരോ ഒന്നുമല്ല. ആ പരാതി ശ്രീജ തന്നെ കൊടുക്കണം. അതെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നോക്കൂ, ഇവിടെ എല്ലാ കാര്യങ്ങളും ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെയും അല്ലെങ്കിൽ ഈ നിമിഷം വരെയും ചെയ്തിരിക്കുന്നത് ശ്രീജ മാത്രമാണ്. അതിനുശേഷം അതിന് പുറത്ത് ഒരു അതോറിറ്റി എന്ന നിലയിൽ ഒരു തീരുമാനമെടുക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ പോലീസിനായാലും PSCക്കായാലും കേരള സർക്കാരിനായിട്ടും ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാന കാര്യം, PSC എന്ന് പറയുന്നത് തന്നെ വീണ്ടും പ്രതിക്കൂട്ടിലാകുന്നതിന്റെ കാരണം അതാണ്. നമുക്കറിയാമല്ലോ, നമ്മളെക്കാൾ, കേരളത്തിനേക്കാൾ വളരെ കൂടുതൽ ജനസംഖ്യയുള്ള സർക്കാർ ജോലികൾ നൽകുന്ന മറ്റു പല സംസ്ഥാനങ്ങളിലും PSC അംഗങ്ങളുടെ എണ്ണം പോലും 10 താഴെയാണ്. പല സ്ഥലത്തുമൊക്കെ അര ഡസനോ അല്ലെങ്കിൽ അതിൽ താഴെ. നമ്മുടെ ഈ ശമ്പള കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ മറ്റ് സ്ഥലങ്ങളിലെ PSC അംഗങ്ങളെ കുറിച്ച്, അതിന്റെ എണ്ണത്തെക്കുറിച്ചൊക്കെ പരാമർശമുണ്ട്. ഇവിടുത്തെ ജംബോ PSC ആണെന്നും എണ്ണം കുറയ്ക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന ശമ്പള കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ. അതെ, മുമ്പുള്ള KPCC സെക്രട്ടറി ലിസ്റ്റ് പോലെയാണ് ഇവിടുത്തെ PSCയുടെ. ആരൊക്കെയാണ് എന്നുള്ളത് പോലും നമുക്കറിയില്ല. നമ്മൾ ആദ്യം വായിച്ചു വരുന്ന പേരിനെ പോലും അവസാനത്തെ പേരിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മൾ മറന്നു പോകുന്ന രീതിയിൽ ഏതാണ്ട് 2 ഡസനോളം ആൾക്കാർ ഇവിടെയുണ്ട്. അപ്പൊ ഇത്രയും ആൾക്കാർ. ഒരു കാര്യം കൂടി ശ്രീജിത്ത്, നമ്മുടെ PSCയുടെ സൈറ്റിൽ ഈ അംഗങ്ങളുണ്ടല്ലോ, ഈ അംഗങ്ങളുടെ യോഗ്യത, ഇവരുടെ യഥാർത്ഥ യോഗ്യത, ഇവരുടെ എക്സ്പീരിയൻസ്, എല്ലായിടത്തും ഇത് കാണാം. മറ്റ് PSCകളുടെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ അംഗങ്ങളെക്കുറിച്ച്, അവർ വഹിച്ചിരുന്ന പദവികളെക്കുറിച്ചെല്ലാം കാണാം. യോഗ്യതകൾ, അതായത് ഇത്ര ഭരണഘടനാ പദവിയുടെ യോഗ്യതകൾ, അംഗങ്ങളുടെ യോഗ്യതകൾ വിശദീകരിച്ചിട്ടില്ലാത്ത ഏക PSC ആയിരിക്കും ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഇവിടെയില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വനിതാ കമ്മീഷനിൽ ഇരിക്കുന്ന ഒരാളുടെ ഡോക്ടറേറ്റ് ചോദ്യം ചെയ്തിട്ട് എത്രയോ നാളായി. ഡോക്ടറേറ്റ് സംബന്ധിച്ച ഒരു വിവരവും ഞങ്ങളുടെ കൈവശമില്ലെന്ന് വിവരാവകാശ നിയമപ്രകാരം കമ്മീഷനും സർക്കാരും മറുപടി നൽകിയിട്ടും എത്രയോ കാലമായി. എന്നിട്ടും ആ വെബ്സൈറ്റിൽ ഡോക്ടർ എന്ന പേര് ആ വനിതാ കമ്മീഷൻ അംഗത്തിനുണ്ട്. ഈ നിമിഷം വരെ ആ ഡോക്ടറേറ്റ് നിജസ്ഥിതി പുറത്തു കൊണ്ടുവരാൻ പോലീസിനോ സർക്കാരിനോ വനിതാ കമ്മീഷനോ ഒന്നുമായിട്ടില്ല. ആ ഡോക്ടർ അവിടെ തുടരുന്നു. ഇടവേള ക്ഷണം തിരിച്ചെത്താം. നടപടികൾ ആർക്കൊക്കെ എപ്പോഴൊക്കെ എന്നതാണ് ഇപ്പോഴും ഉയരുന്ന ചോദ്യം. ശ്രീ MR അഭിലാഷ്, ഒരു നിമിഷം അഭിലാഷിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ KSK ആലപ്പാട്, അദ്ദേഹം തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. കേരള ബാങ്കിൻ്റെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറാണെന്നാണ് ഞങ്ങളുടെ പ്രൊഡക്ഷൻ റൂമിൽ പരിചയപ്പെടുത്തിയത്. ശ്രീ ആലപ്പാട്, എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഈ PSC ആ ഉദ്യോഗസ്ഥ ഈ പാവപ്പെട്ട വിദ്യാർത്ഥിയോട് ചെയ്തത് വളരെ ക്രൂരവും നിന്ദ്യവുമായൊരു അവസ്ഥയായിട്ട് എനിക്ക് തോന്നിയത്. അല്ല, അത് ക്രൂരമാണ്. എന്താണ് ശ്രീ ആലപ്പാട് പറയാൻ ഉദ്ദേശിച്ചത്? അത് ഒരിക്കലും ഒരു നീതി ലഭിക്കാത്ത ഒരു സംഭവമായിട്ടാണ് നമുക്ക് കേരള ജനത നമ്മൾ കാണുന്നത്. അവർക്ക് അല്ല, അത് നമുക്ക് അവിടെ ഒരു നോട്ടറി അഫിഡവിറ്റ് നടത്തുന്നുണ്ടല്ലോ. അതെ അതെ.
നോട്ടറി അഫിഡവിറ്റ് നടത്തുമ്പോൾ ആ നോട്ടറി സംഭവത്തിൽ അവര് ഒപ്പിടുമ്പോൾ അവിടെ എൻറോൾമെന്റ് വരെ ആ മനുഷ്യന്റെ എൻറോൾമെന്റ് വരെ ക്യാൻസൽ ചെയ്യേണ്ട ഒരു കുറ്റമായിട്ട് അവിടെ വരുന്നുണ്ട്. എന്തായാലും ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തുള്ള അവസ്ഥയിൽ നമുക്കത് നീതി ലഭിക്കുന്നു തന്നെ കാണാം. ഈ ശ്രീജയ്ക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് ജോലി അവിടെ തന്നെ കൊടുക്കണമെന്നാണ് എനിക്ക് എന്റെ അവസ്ഥയിലേക്ക് എനിക്ക് ഇപ്പൊ പറയാം. മാത്രമല്ല ജോലി കൊടുക്കുക മാത്രമല്ല, അവരുടെ സീനിയോറിറ്റിയും സംരക്ഷിക്കാനുള്ള ബാധ്യത PSCക്കും സർക്കാരിനുമുണ്ട്. അവർക്ക് എന്ന് ജോലി കിട്ടണമായിരുന്നോ അന്നു മുതൽ അവർ സർവീസിലുണ്ട് എന്ന തരത്തിൽ ശ്രീജയുടെ സീനിയോറിറ്റി അടക്കം ഉറപ്പുവരുത്താനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനും PSCക്കും ഉണ്ട്. ശ്രീ MR അഭിലാഷ്, ശ്രീ ആലപ്പാട് പറഞ്ഞത് ഈ നോട്ടറി പബ്ലിക് ഇങ്ങനെ ഒപ്പിട്ട ആ അഭിഭാഷകനെതിരെയും നടപടി വേണമെന്നാണ്. അയാളുടെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ നോട്ടറി എന്നുള്ള രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്നാണ്. ലൈസൻസ് റീവോക്ക് ചെയ്യാൻ കഴിയും ശ്രീ വിനു. അതിനകത്ത് കുറ്റകരമായ അനാസ്ഥ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈസൻസ് റീവോക്ക് ചെയ്യാൻ കഴിയും. അതെല്ലാം അങ്ങനെയുള്ള നടപടികൾ എടുക്കേണ്ടതാണ്. വിശദമായ അന്വേഷണം ഇതിനെക്കുറിച്ച്, ഇതിൻ്റെ എല്ലാ ആസ്പെക്ട്സിനെ കുറിച്ചും നടക്കേണ്ടതാണ്. അതുപോലെ തന്നെ ശ്രീമതി ശ്രീജയുടെ മുഖത്ത് ആ ഒരു നിരാശയും ആങ്സൈറ്റിയും എല്ലാം ഉണ്ട്. താങ്കളുടെ ചോദ്യത്തിന് പലതിനോടും അവർ പ്രതികരിക്കാൻ അവർക്കൊരു വൈമനസ്യം ഉണ്ടെന്ന് എനിക്ക് റീഡ് ചെയ്യാൻ കഴിഞ്ഞു. ഒരുപക്ഷെ ഭയന്നിട്ടായിരിക്കാം. പക്ഷേ സഹോദരി, നിങ്ങൾക്ക് ഭയക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല. ജനാധിപത്യ കേരളത്തിന് നിങ്ങൾക്ക് നീതി തരാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ സമൂഹം ഒരു വ്യവസ്ഥയായിട്ട് നിലനിൽക്കുന്നതുകൊണ്ട് അർത്ഥമില്ല. അതുകൊണ്ട് പറയാനുള്ള കാര്യത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇവിടെ ജനങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന പറയുന്നതിന് നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ഭീതിയുടെയും കാര്യമില്ല. പിന്നെ ശ്രീ വിനു, ഇതിനോടൊപ്പം തന്നെ ഇതൊരു സിസ്റ്റമിക് ഡെഫിഷ്യൻസിയും കൂടെയാണ് കാണിക്കുന്നത്. PSC എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഇങ്ങനെ ഒരു റെലിങ്ക്വിഷ്മെൻറ്റ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു അപേക്ഷ വന്നു കഴിഞ്ഞാൽ അതൊന്ന് ഒത്തൻറ്റിക്കേറ്റ് ചെയ്യുവാനുള്ള ഒരു വ്യവസ്ഥ PSCയിൽ ഇല്ല എന്ന് പറഞ്ഞ് എന്ത് നിരാശാജനകമാണ്. ആമസോൺ എന്ന് പറയുന്ന ഒരു കൊറിയർ സർവീസിൽ നിന്ന് എന്തെങ്കിലും മറ്റേ ഇൻ്റർനെറ്റ് വെബ്സൈറ്റിൽ നിന്നും amazon.comൽ നിന്ന് എന്തെങ്കിലും നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അവർ ഡെലിവറി ചെയ്യുന്ന ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു പ്രോഡക്റ്റും ഡെലിവറി ചെയ്യപ്പെടുന്നോ എന്ന OTP വഴി അവർ ഒത്തൻറ്റിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിരിക്കെ PSCയെ പോലൊരു ഭരണഘടനാ സ്ഥാപനത്തിൽ ഇതുപോലെ വളരെ കോമൺ അല്ലാത്ത ഒരു റെലിങ്ക്വിഷ്മെൻറ്റ് ആപ്ലിക്കേഷൻ വന്നിട്ട് അവരുടെ ഫോണിൽ വിളിച്ചൊന്ന് ചോദിക്കാനോ ഏതെങ്കിലും രീതിയിൽ അവരുമായി ബന്ധപ്പെട്ടൊന്ന് അസർട്ടൈൻ ചെയ്യാനോ പോലും PSCക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ വ്യവസ്ഥ എത്രത്തോളം പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ ഫോൺ ചെയ്ത അദ്ദേഹം PSC ജില്ലാ ഓഫീസറിനെ കുറിച്ച് പറയുകയുണ്ടായി. ജനസേവനത്തിനായിട്ടാണ് ഇവരിവിടെ ഇരിക്കുന്നതെന്ന്. അവർ മാത്രമല്ല, നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗവും നന്മയുള്ളവർ നിരവധി ഉണ്ടാകാം, അവരുടെ കോൺട്രിബ്യൂഷൻസിനെ ഞാൻ തിരസ്കരിക്കുകയല്ല. പക്ഷേ ഭൂരിഭാഗവും ഇതേതാണ്ട് പരമ്പരാഗതമായി കൈമാറപ്പെട്ട അധികാരസ്ഥാനം പോലെ കണ്ട ആ ഒരു സമീപനമാണ് പുലർത്തുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ മുഖവുരയുണ്ടല്ലോ ശ്രീ വിനു, വി ദ പീപ്പിൾ. അതെല്ലാ സർക്കാർ ഓഫീസുകളിലും പതിക്കണമെന്ന് മാത്രമല്ല, മഹാത്മാഗാന്ധിയുടെ പടം കണ്ട് ബോധമുണ്ടാകുന്ന ആ ഒരു കാലഘട്ടം കഴിഞ്ഞു. നാം അതിനോട് കണ്ടീഷൻഡായിപ്പോയി. വെറുമൊരു പടമെന്നുള്ളതിൽ ഉപരി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനുള്ള മനസ്സ് നമുക്കില്ല. അതുപോലെ തന്നെ ഞങ്ങൾ ജനസേവകരാണ്, നിങ്ങളുടെ സേവകരാണ് എന്ന് ഓരോ സർക്കാർ ഓഫീസിലും ഏതൊരു ഉദ്യോഗസ്ഥനിരിക്കുന്ന മുറിയിലും എഴുതി അവിടെ പ്രദർശിപ്പിക്കേണ്ടതാണ് കാലഘട്ടത്തിൻ്റെ അനിവാര്യത. കാരണം അത്ര വലിയ അട്രോസിറ്റിയാണ് ഈ കുട്ടിയോട് കാണിച്ചിരിക്കുന്നത്. അത് ഇവരോട് മാത്രമല്ല, ഇത്തരത്തിൽ കേരള പോലീസ് ആകട്ടെ മറ്റേതൊരു ഡിപ്പാർട്ട്മെൻ്റ് ആകട്ടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരു ഇതല്ല. അവർക്കൊന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്യുവാനുള്ള ഒരു സന്നദ്ധത പോലും ഇല്ലാതെ പോലീസിനെ വിളിക്കുമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരൊരു പക്ഷേ തുറന്നു പറയാത്തത് ഭീതി കൊണ്ടാകാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാം സമാഹിത പരാജയം തന്നെയാണ്. സർക്കാർ ഈ ഒരു വിഷയത്തിൽ സൊല്യൂഷൻ കൊടുത്താൽ മാത്രം പോരാ. കുട്ടിക്ക് ഇവർക്ക് ജോലി കൊടുക്കുന്നത് കൊണ്ട് മാത്രം ഈ വിഷയം തീരുന്നില്ല. സമഗ്രമായ അന്വേഷണം വേണം. ഓഫീസർ മനസ്സിലാവാത്ത ഒരു കാര്യം, ഇത് സ്റ്റേറ്റിന്റെ പരാജയമാണ്. കാരണം ശ്രീജയ്ക്ക് കിട്ടേണ്ട ജോലി അവർക്ക് കൊടുക്കാതെ മറ്റൊരാൾക്ക് കൊടുത്തു, സ്റ്റേറ്റിൻ്റെ വീഴ്ചയാണ്. അങ്ങനെ ഇരിക്കെ ഈ ആൾ, പ്രത്യേകിച്ചും സ്ത്രീ, ഒരു പരാതി കൊടുക്കുന്നു. അവർ തന്നെ നേരത്തെ പരാതി കൊടുക്കുന്നു. അതിന്മേലുള്ള അന്വേഷണത്തിന് കോട്ടയം ജില്ലയിലെ ഏതോ സൈഡിലുള്ള ഒരു സ്ഥലത്ത് നിന്ന് കോട്ടയത്തേക്ക് ഇവർ തന്നെ ബസ്സിൽ കയറി പോയി അന്വേഷിച്ച് അവിടെ മൊഴി കൊടുത്ത് തിരിച്ചു വരേണ്ടി വരികയാണ്. എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള കേസുകളിൽ സ്റ്റേറ്റ് പരാജയപ്പെടുമ്പോൾ ഇവരുടെ വീട്ടിലെത്തി ഇവരോട് വിവരങ്ങൾ ആരാഞ്ഞ് ഇവരെ സഹായിക്കുന്ന ഒരു സംവിധാനമായി നമ്മുടെ അന്വേഷണ രീതി പോലും മാറാത്തത്? ഞാൻ അമ്പരന്ന് പോയി. ഞാൻ രാവിലെ മുതൽ
പലതവണ ശ്രീജയെ വിളിക്കുന്നുണ്ട്. ശ്രീജയുടെ അമ്മയാണ് ഫോൺ എടുക്കുന്നത്. DYSP ഓഫീസിലേക്ക് പോകുന്നു, ബസ്സിലാണ്. പിന്നെ ചോദിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിലാണ്. പിന്നെ അവർ വീണ്ടും ബസ്സിലാണ്. ഒരുപാട് സമയമെടുത്തു അവസാനം ഇവരോടൊന്ന് സംസാരിക്കാൻ. അത്രയും ദുരിതം അനുഭവിച്ച് യാത്ര ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഇങ്ങനെയുള്ള ആളുകൾ എത്തുന്നു എന്നിടത്തും നമ്മുടെ സിസ്റ്റത്തിൻ്റെ പരാജയമാണ് ശ്രീ അഭിലാഷ്. തീർച്ചയായിട്ടും കംപ്ലീറ്റ്ലി ഇൻസെൻസിറ്റീവ് ആണ് ശ്രീ വിനു. വളരെ ഡീഹ്യൂമനൈസ്ഡ് ആയിട്ട് ഒരു ബ്യൂറോക്രസിയായി നമ്മുടെ ഭരണവ്യവസ്ഥ മാറുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇവർ നേരിടേണ്ടി വന്ന അനീതി. ഇവരുടെ വീട്ടിൽ പോയി, ഇവിടെ മന്ത്രിസ്ഥാനം വഹിക്കുന്നവർ ആൻസറബിൾ ആണ്. ആരോട്? ലെജിസ്ലേറ്റീവ് അസംബ്ലിയോട് മാത്രമല്ല, വോട്ട് കൊടുത്ത് ജയിപ്പിച്ച ജനങ്ങളോട്, ഇവിടുത്തെ നികുതിദായകരോട്. ഇവിടുത്തെ ഓഫീസുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ മനസ്സിലാക്കണം, ഇവരുടെ നികുതി പണത്തിൽ നിന്നും, നിങ്ങൾ ആട്ടിയിറക്കാൻ ശ്രമിച്ച ശ്രീജയുടെ നികുതി പണത്തിൽ നിന്നാണ് അവർക്ക് സാലറി കൊടുക്കുന്നത്. അത്രത്തോളം സെൻസിറ്റിവിറ്റി കാട്ടേണ്ട അത്ര പരിഷ്കൃതമെന്ന് നാം സ്വയം അഭിമാനിക്കുന്ന കേരളത്തിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ ഇതിനുള്ള റെമഡി സ്പെസിഫിക് ആയിട്ട് ഇവരുടെ മുൻപിൽ മാപ്പപേക്ഷ, ഇവരെ ഒരു സ്ഥാപനത്തിൻ്റെ മുൻപിൽ മാപ്പ് പറയുന്നത് പോലെ ഈ ഒരു പൗരൻ്റെ മുൻപിൽ മാപ്പ് പറയുവാനുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ ഒരു സെൻസിറ്റിവിറ്റി സർക്കാർ സംവിധാനം കാണിക്കണം. ഈ ഒരു വിഷയത്തിലെങ്കിലും ഏഷ്യാനെറ്റ് ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത് തീർച്ചയായിട്ടും അത് അഭിനന്ദനം അർഹിക്കുന്നു. കാരണം ജാതിയും മതവും വർഗവും ഒക്കെ ഇന്ധനമാക്കി കത്തിക്കാൻ പറ്റിയ നിരവധി വിഷയങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടി ഒരു പെൺകുട്ടിക്ക് നീതി ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ ഈ വിഷയം പ്രൈം ടൈം ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ധർമ്മബോധത്തിനെ അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നിയമവ്യവസ്ഥയും ഭരണകൂടവും അതുപോലെ തന്നെ പബ്ലിക് സർവീസ് നേരത്തെ ശ്രീ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ശ്രീജയ്ക്ക് ഇപ്പോഴും ഭയമുണ്ടെന്ന് തോന്നുന്നു. കാരണം ആ ജോലി കിട്ടും, അത് കിട്ടണം, കിട്ടിയാൽ അവിടെ മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ കഴിയണം. അതിനൊക്കെ ഇപ്പോൾ പറയുന്ന വാക്കുകൾ അനുസരിച്ച് വില കൊടുക്കേണ്ടി വരുമോ എന്നത് ഇന്ന് രാഷ്ട്രീയ അതിപ്രസരമുള്ള, സർവീസ് സംഘടനകളുടെ അതിപ്രസരമുള്ള കേരളത്തിൽ ആരും സംശയിച്ചു പോകും. അതിനൊരു സംശയമില്ല. പക്ഷേ ശ്രീജ പേടിക്കേണ്ട, ശ്രീജയ്ക്ക് ജോലി കിട്ടും, ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. കോട്ടയം PSC ഓഫീസുമായി തന്നെ ബന്ധപ്പെട്ട് ഒരു ആൾമാറാട്ട നിയമനത്തിൻ്റെ കഥ ഒരാൾ അയച്ചു തന്നിട്ടുണ്ട്. അതിന്മേൽ അന്വേഷണം തുടങ്ങിയിട്ട് കുറേ കാലമായെന്ന് പറയുന്നു. ഇതുവരെ എന്തായാലും അങ്ങനെ ആൾമാറാട്ടം നടത്തി ജോലിയിൽ കയറിയാൽ ആ ജോലിയിൽ തുടരുക തന്നെയാണ്. ശ്രീമതി ശ്രീജ, ഏറ്റവും ഒടുവിൽ അധികാരികളോട്, സർക്കാരിനോട്, PSC മേലധികാരികളോട് എന്താണ് ശ്രീജയ്ക്ക് പറയാനുള്ളത്? എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് നിയമനം നൽകി എൻ്റെ ഈ ബുദ്ധിമുട്ടിൽ നിന്ന് തന്നെ കരകയറ്റണമെന്ന് മാത്രമാണ് എനിക്ക് സർക്കാരിനോടും PSCയോടും എല്ലാം അപേക്ഷിക്കാനുള്ളത്. ഇത് ജോലിക്കുള്ള അവസാനത്തെ സാധ്യതയാണ് അല്ലേ? അതെ അതെ, ഏജ് ഓവറായി, ഇനി ഒരു പരീക്ഷ എഴുതാൻ എനിക്ക് കഴിയില്ല. ഇപ്പം 41 വയസ്സായി. വളരെ ബുദ്ധിമുട്ടിലാണ് എൻ്റെ കുടുംബം. ഈ ഒരു പ്രതീക്ഷയിൽ മാത്രമാണ് ഞാൻ ഇതുവരെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. റാങ്ക് ലിസ്റ്റ് വന്നത് മുതൽ ഓരോ നിമിഷം ഇത് വരുമെന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ഈ പ്രതീക്ഷയാണ് ചിലർ തള്ളിക്കെടുത്താൻ ശ്രമിച്ചത്. PSC ആസ്ഥാനത്ത് വമ്പന്മാർ വലിയ ശമ്പളം വാങ്ങി വിരാജിക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ സംവിധാനത്തിലെ വീഴ്ചയ്ക്ക് ഈ പാവപ്പെട്ട സ്ത്രീയെ ഒന്ന് നേരിട്ട് വിളിച്ച് ആശ്വസിപ്പിക്കാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ മനുഷ്യരല്ല. നിങ്ങൾ വാങ്ങുന്ന ലക്ഷക്കണക്കിന് ശമ്പളമുണ്ടല്ലോ, അത് ഈ ജനങ്ങളുടെ പണമാണെന്ന ബോധ്യം നിങ്ങൾക്കില്ല. PSC എന്നെഴുതിയ വലിയ സ്ഥാനപ്പേരിൽ വലിയ വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ ഈ പാവപ്പെട്ട മനുഷ്യരെ ഓർക്കുക. ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് കിട്ടിയ ഈ നിയമനമുണ്ടല്ലോ, അത് നിങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മാത്രമാണ് എന്നെങ്കിലും അറിയുക. ഈ ജോലിക്ക് വേണ്ടി നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന മനുഷ്യരുടെ ആ യോഗ്യത പോലും നിങ്ങൾക്കില്ല. നിങ്ങളുടേത് വെറും രാഷ്ട്രീയ നിയമനമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ സ്ത്രീയെ ആശ്വസിപ്പിക്കാൻ, ഇവർ ഇപ്പോൾ ഈ ചർച്ചയിൽ സംസാരിക്കാൻ പോലും പേടിക്കുന്നത് കണ്ടെങ്കിലും അവർക്ക് നീതി കിട്ടുമെന്ന് ഉറപ്പാക്കാൻ, അവരെന്ന് സർവീസിൽ പ്രവേശിക്കുമായിരുന്നോ ആ ദിവസം മുതലുള്ള സർവീസ് അവർക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഉടൻ തന്നെ അവരെ നിയമിക്കാൻ കേരളത്തിന് ശക്തിയുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ന്യൂസ് അവർ ഈ ചർച്ച അവസാനിപ്പിക്കുന്നു. ശ്രീജ പേടിക്കേണ്ട, ശ്രീജയ്ക്കൊപ്പം അവസാനം വരെ ഞങ്ങളെല്ലാം ഉണ്ടാവും.
ന്യൂസ് അവർ അവസാനിക്കുന്നു. ഇനി നേരട്ടെ.